السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. ബഹുമാന്യരായ ഈ വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, സ്നേഹാദരവുകൾ നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. 10 മണി ആവാൻ പോകുന്നു. സുദീർഘമായ ആമുഖങ്ങൾ ഒഴിവാക്കുന്നു. മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ട വലിയ ഒരു കടമയുടെ, ഒരു കടപ്പാടിൻ്റെ നിർവഹണത്തിൽ 3 പതിറ്റാണ്ടിലേറെ കാലമായി ഓളിപ്പള്ളി കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ആമണ്ടൂർ മയ്യത്ത് പരിപാലന സംഘം കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പരിപാടി ഏറെ മാതൃകാപരമാണ്, ശ്ലാഘനീയമാണ്. സർവശക്തനായ അള്ളാഹു നിലനിർത്തട്ടെ. ഈ സംരംഭം പോലെ അനേകം സംരംഭങ്ങൾ നമ്മുടെ മഹലിൻ്റെ മുക്കിലും മൂലയിലും സജീവമാണ്. എല്ലാവർക്കും പുതുതലമുറയിലേക്ക് നല്ലത് പകരാൻ നേതൃത്വങ്ങളിൽ കഴിയട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ മരണവും മരണാനന്തര കർമ്മവും എങ്ങനെ ആവണം എന്നതിൽ കൃത്യമായി തന്നെ ഇടപെടുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒരാൾ മരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മയ്യത്ത് പരിപാലനത്തിലേക്കുള്ള ഒരു ബോധവൽക്കരണമായിരിക്കാം ഇവിടെ നടത്തപ്പെടാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, ഒരു മരണാസന്നമുള്ള വീട്ടിൽ നിന്ന് തുടങ്ങേണ്ടി വരും എങ്ങനെ എന്ന്. രോഗിയായി കിടക്കുന്ന ആള്, അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോകുന്ന നമ്മൾ, അവിടെയും ഈ മയ്യത്ത് പരിപാലനം പോലെ തന്നെ മരണാസന്നനായ മനുഷ്യനെ പരിപാലിക്കുന്നതും സന്ദർശിക്കുന്നതുമായ നിയമങ്ങൾ ഇസ്ലാമിക കർമ്മശാസ്ത്രം കൃത്യമായി തന്നെ പറയുന്നതായി കാണാം. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഒരു അധ്യായത്തിന്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ബാബു വുജൂബി ഇയാദത്തിൽ മരീദ് എന്നാണ്. രോഗിയെ സന്ദർശിക്കുക എന്നത് നിർബന്ധം, അതിനെക്കുറിച്ച് പറയുന്ന അധ്യായം ഇതാണ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഒരു അധ്യായത്തിന്റെ ഹെഡിങ്. പിന്നെ അതിൻ്റെ താഴെയാണ് ഒരുപാട് ഹദീസുകൾ ഇത് സംബന്ധമായിട്ട് വരുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന വളരെ വിശ്രൂതമായ ഒരു ഹദീസ് ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ തന്നെ കാണാം. മുസ്ലിമീങ്ങൾക്കിടയിലെ പരസ്പര ബാധ്യതകൾ 5 കുഞ്ഞുനാളെ മുതൽ നമ്മൾ കേട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഈ ഹദീസ് ഏറെ പ്രസക്തമാണ് ഈ കാലഘട്ടത്തിൽ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ശാരീരിക അകലം എന്ന് പറയേണ്ടതിന് പകരം സാമൂഹിക അകലം എന്ന് പറഞ്ഞത് മാനസിക അകലത്തിലേക്ക് മാറ്റിയ കൊറോണയുടെ ഈ കാലഘട്ടത്തിൽ കൊറോണ തന്ന നഷ്ടങ്ങളിൽപ്പെട്ട ഒന്നാണ് സാമൂഹിക അകലത്തിലൂടെ ഒരു മാനസിക അകലം വന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത് ഒരു ശാരീരിക അകലായിരുന്നു, അത് സാമൂഹിക അകലായിപ്പോയി. പിന്നീട് അതൊരു മാനസിക അകലായിപ്പോയി. മരണവീടുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ബാധ്യതയും ഇല്ല എന്ന് ധരിച്ച പുത്തൻ ചിന്തയിലേക്ക് മാറുന്നോ പുതിയ സമൂഹം, അല്ലെങ്കിൽ കൊറോണയുടെ ആളിപ്പടർന്ന അവസ്ഥയ്ക്ക് ശേഷമുള്ള പുതിയ ഈ കാലം എന്ന് ചിന്തിച്ചു പോവുകയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിം ഖംസ്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് 5 ബാധ്യതകൾ നിർബന്ധം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ചൊല്ലണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തേത് റദ്ദു സലാം, സലാം പറഞ്ഞാൽ മടക്കൽ നിർബന്ധം. രണ്ടാമത്തേത് രോഗിയായി കിടക്കുന്ന മുസ്ലിമിനെ സന്ദർശിക്കുക എന്നുള്ളത്. മൂന്നാമത്തേത് ഇത്തിബാഉൽ ജനായിസ്, ജനാസ അനുഗമനം.
ഒരു മയ്യത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ കർമ്മങ്ങളിൽ വ്യാപൃതരാവ എന്നത് മുസ്ലിമീങ്ങൾക്ക് നിർബന്ധം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തേത് ക്ഷണിച്ചാൽ ഉത്തരം ചെയ്യുക എന്നത്. അഞ്ചാമത്തേത് ഒരു തുമ്മലുണ്ടായപ്പോൾ അള്ളാഹുവിന് സ്തുതി പറഞ്ഞ ആ ശബ്ദം കേട്ടപ്പോ തുമ്മിയവന് വേണ്ടി അനുശോചനം അറിയിച്ചുകൊണ്ട് ഇർഹമുക്കല്ലാ എന്ന് തിരിച്ചു പ്രാർത്ഥിക്കുക എന്ന ധർമ്മം. ഈ 5 കാര്യം നിർബന്ധം എന്ന് പറയുകയാണ്. ഇവിടെ വളരെ എടുത്തു പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളാണ്. രോഗിയായി കിടക്കുമ്പോൾ മരണാസന്നനായ മനുഷ്യനെ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാധ്യതയും, അയാൾ മരിച്ചാൽ അതിന്റെ ശേഷമുള്ള മയ്യത്തിന്റെ അല്ലെങ്കിൽ ജനാസയുടെ അനുഗമന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവുക എന്നതും. ഈ 2 കാര്യം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 2ലും അനുസ്യൂതം വാചാലമായിട്ടുണ്ട്. നാളെ ഇവിടെ വ്യവസ്ഥാപിതമായ ഒരു ക്ലാസ് ധാരാളം സമയം ഉപയോഗപ്പെടുത്തി നടക്കേണ്ടതുള്ളതുകൊണ്ടും സമീപ ഭാവിയിൽ സഹോദരന്മാർക്ക് മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ മറ്റൊരു ക്ലാസ് വരുമെന്ന പ്രതീക്ഷ ഉള്ളതുകൊണ്ടും സുദീർഘമായ ആ ഭാഗങ്ങളിലേക്ക് കടന്നു വരുന്നില്ല. എന്നാലും ഒരു രോഗിയുള്ള വീട്ടിലേക്കാണ് നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് എങ്കിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മഹാനായ അബൂ യഹ്യ സക്കരിയ അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഹാഷിയത്തുൽ ജമൽ എന്ന് പറയുന്ന ഷാഫിഈ മദ്ഹബിലെ പ്രധാനപ്പെട്ട ഫിഖ്ഹിന്റെ കിതാബിൽ കൃത്യമായ ക്രോഡീകരണത്തിലൂടെ രോഗിയുള്ള വീട്ടിലേക്ക് എങ്ങനെ കയറി ചെല്ലണം എന്ന് പഠിപ്പിക്കുന്നു. അത് തന്നെ ഒരു മരിച്ച വീട്ടിലേക്കുള്ള പലതും സൂചിപ്പിക്കുകയാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗസന്ദർശനം നമുക്ക് സുന്നത്താക്കിയിരിക്കാം. അത് മരണാസന്ന രോഗി മാത്രമല്ല. നമ്മൾ ഒരു ക്യാൻസർ രോഗിയെ കണ്ടാൽ ജീവിതത്തിൽ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഒരു ഭാവത്തോടുകൂടെ ആഖിറം പ്രതീക്ഷിച്ചു കിടക്കുന്നവൻ സർവ്വ സൗഭാഗ്യങ്ങളും ഇവിടെ ത്യജിക്കുന്നു എന്ന രീതിയിൽ മരണത്തെ മുന്നിൽ കണ്ടു കിടക്കുന്ന ഒരു രോഗിയെ നാം കണ്ടാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്നും പഠിക്കുകയും ആ ഒരൊറ്റ കൂടിക്കാഴ്ചയിലൂടെ മാത്രം നാം സ്വയം സംസ്കരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗസന്ദർശനം സുന്നത്താണ്. ഇക്കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലെ ഇനി ഒരു പ്രതീക്ഷയും ഇല്ല എന്ന അവസ്ഥയിൽ കഴിയുന്ന രോഗികളെ പ്രത്യേകം പരിചരിക്കുന്ന ഒരു വലിയ ഹോസ്പിറ്റൽ, ഇതുപോലെ രാത്രി 10 മണിയോടടുത്ത സമയത്ത് ഒരു സഹോദരനെ കാണാൻ വേണ്ടി ഈ ഉള്ളവൻ ചെന്നപ്പോ, അല്ലാഹുവേ, ഒരു മാസം മുമ്പ് വരെ വലിയ ആരോഗ്യത്തോടെ ഭാരമേറിയ ജോലി എടുത്തുകൊണ്ടിരുന്ന സഹോദരന്റെ ആ കിടപ്പ് കണ്ടപ്പോ അബോധാവസ്ഥയിൽ അദ്ദേഹത്തിന്റെ സമീപം ചേർന്ന് നിന്ന് അദ്ദേഹം കണ്ണടച്ച് കിടക്കുമ്പോഴും സ്വാന്തനപ്പെടുത്തി പരിശുദ്ധ ഖുർആനിന്റെ ചില ആയത്തുകൾ ഓതി മന്ത്രിക്കുമ്പോൾ ഖുർആനിന്റെ മാസ്മരികമായ ശബ്ദം കേട്ട ആ സഹോദരൻ എന്റെ കയ്യിന്റെ ചെറുവിരലിൽ നിന്ന് അമർത്തി പിടിച്ചു. ആ പിടി ഒന്ന് വിടാൻ 10 മിനിറ്റോളം ഞാൻ കാത്തിരുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരു മനുഷ്യൻ ആഖിറം മാത്രം വിചാരിച്ച് കിടക്കുന്ന അത്തരത്തിലുള്ള നാളെ ഭേദമാകും, മറ്റന്നാള് ഭേദമാകും, ഈ മരുന്നിന്റെ കോഴ്സ് കഴിഞ്ഞാൽ ഞാൻ പഴയതുപോലെ ആകുമെന്ന പ്രതീക്ഷയൊന്നുമില്ലാത്ത ചില രോഗികളെ കാണാനാണ് നമ്മൾ പോവേണ്ടത്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ശക്തമായ സുന്നത്താക്കിയിരിക്കാം. അല്ലാഹു മാരക രോഗങ്ങളെ തൊട്ട് നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. മഹാനായ ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ ഒരു ഹദീസ് പറയുന്നതായി കാണാം. നമ്മളൊക്കെ രോഗികളെ കാണാൻ പോവാറുണ്ട്. സത്യത്തിൽ നമ്മളെപ്പോലെ ഒരാൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലലോടുകൂടെ നിലവിലെ അദ്ദേഹത്തിന്റെ പ്രഷറിന്റെ സ്കോർ ഒന്നുകൂടി കൂടാ ചെയ്യാം, അല്ലെങ്കിൽ അയാളുടെ രോഗത്തിന്റെ ഗതി ഒന്നുകൂടി മൂർച്ഛിക്കുക ചെയ്യാം. കാരണം അമ്മാതിരി തള്ളലായിരിക്കും നമ്മളവിടെ ചെന്നിട്ട് കൊടുക്കുക. രോഗിയുടെ മുന്നിൽ പോയി എങ്ങനെയാ വലിയ ഒരു ഇബാദത്താ രോഗസന്ദർശനം. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, തമാമു ഇയാദത്തിൽ മരീദി അയദഅഹുദുകും യദഹു അലാ ജബ്ഹതിഹി. ഒരു രോഗിയെ കാണാൻ ചെന്നു കഴിഞ്ഞാൽ അതിന്റെ പരിപൂർണമായ പ്രതിഫലം കിട്ടണമെങ്കിൽ രോഗിയുടെ മുന്നിൽ സ്നേഹത്തോടുകൂടെ ചെന്നിട്ട് അയാളുടെ നെറ്റിത്തടത്തിൽ കയ്യവെക്കാം. ആണ് ആണിന്റെ നെറ്റിയിൽ, പെണ്ണിന്റെ നെറ്റിയിൽ. തൊട്ടാൽ ഒന്നും മുറിയാത്തവരാണെങ്കിൽ പരസ്പരം.
എന്നിട്ട് ചോദിക്കണം ഫയസ്അലഹു കൈഫ ഹുവ, എങ്ങനെയുണ്ട്? അങ്ങനെ ഒരു വിശേഷം രോഗിയോട് ചോദിക്കണം, എങ്ങനെയുണ്ട്, ആശ്വാസമുണ്ടോ? അല്ലാതെ അവിടെ പോയി എത്തി നോക്കി പോരലല്ല, രോഗിയോട് അത്ര വലിയ ആർദ്രമായ ഇടപെടൽ വേണമെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. ചില റിവായത്തിൽ കാണാം കൈഫ അസ്ബഹത ഔ കൈഫ അംസൈത, രാവിലെ എങ്ങനെയായിരുന്നു, വൈകുന്നേരം എങ്ങനെയായിരുന്നു ഇന്നലെ, എന്നെങ്കിലും ചോദിക്കണം എന്നാ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രോഗ സന്ദർശനം കൊടുത്തിരിക്കുന്ന പ്രാധാന്യം. അപ്പൊ പിന്നെ മരിച്ച കാര്യോ, മരിച്ച ശേഷോ? ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നത് കാണാം. മഹാനായ ഇമാം ഷെയ്ഖ് അബൂ യഹ്യ സക്കരിയ അൽ അൻസാരി തങ്ങള് അവിടുത്തെ ഹാഷിയത്തുൽ ജമലിൽ രേഖപ്പെടുത്തുന്നു, വജുംലത്തു ആദാബി ഇയാദത്തിൽ മരീദത്തി അശ്റത്തു അശ്യാ, ഒരു രോഗിയുള്ള വീട്ടിലേക്ക് പോകുമ്പോ 10 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമത്രേ. വമിൻഹാ മാ ലാ യഖ്തസ്സു ബിൽ ഇയാദ, അത് രോഗിയുള്ള വീട്ടിലല്ലേൽ പോലും ചില കാര്യങ്ങൾ ഈ പറഞ്ഞതിൽ നിന്നും ശ്രദ്ധിക്കാനുണ്ട്. അത് കല്യാണം വിളിക്കാൻ പോണ വീട്ടിലാണെങ്കിലും ശ്രദ്ധിക്കണം, മറ്റൊരാളുടെ വീട്ടിലേക്കല്ലേ പോകുന്നത്. ഒന്നാമത്തേത് അല്ലാ യുഖാബിലൽ ബാബ ഇൻദൽ ഇസ്തിദാൻ, രോഗിയെ കാണാൻ പോവാ വീട്ടിലേക്ക്. എങ്ങനെയാ പോവാ? ചെന്നു കഴിഞ്ഞാൽ നമ്മൾ വീടിന്റെ പുറത്ത് വന്നു എന്ന് വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടുകാരൻ വാതിൽ തുറക്കുമ്പോ തന്നെ നേരെ അങ്ങനെ നിന്നു കൊടുക്കരുത്. പല്ലുളിച്ച് ഇങ്ങനെ നേരെ നിൽക്കരുത്, ഒരു ഇത്തിരി മാറിയിക്കണം. വീടിന്റെ പ്രധാന കവാടത്തിന്റെ ഒരൽപ്പം അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മാറി ഒന്ന് ചെരിഞ്ഞു നിൽക്കണം. ആരാ എന്നവര് ചോദിക്കുമ്പോ തിരിയാൻ പാകത്തിന്. അങ്ങനെ ഉണ്ടല്ലാതെ പോയിട്ട് വാതിൽക്ക മുട്ടി അവിടെ ഇങ്ങനെ നിൽക്കരുത്, കുറച്ച് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി നിൽക്കണം. ഒന്നാമത്തെ അദബ് അതാണ്. രണ്ടാമത്തേത് പതുക്കെ വാതിലിൽ മുട്ടണം, അല്ലെങ്കിൽ കോളിമ്പല് ഒന്നടിക്കണം. ഇതിങ്ങനെ അങ്ങോട്ട് ചറപറാന്ന് അങ്ങോട്ട് ഞെക്കി പിടിക്കും. ആ കിളി അതിന്റെ സക്രാത്തിന്റെ വലി വലിക്കണവരെ, മറ്റേ കിളി കരയുന്ന ശബ്ദമായിരിക്കുമല്ലോ മിക്കവാറും കോളിമ്പല്ല്, അതിന്റെ ലാസ്റ്റിൽ വരെ എത്തണവരെ അങ്ങനെ ഞെക്കി അങ്ങോട്ട് പിടിക്കും. അതിന് വാതക്കെട്ട് 2 മുട്ട അങ്ങോട്ട് കൊടുക്കും. ആ മുട്ടങ്ങാൻ കേട്ട ആ വാതിലിന്റെ പുറത്ത് സെറ്റിയെ കിടന്ന് ഉറങ്ങുന്ന ഇക്ക എന്ത് സൂറന്ത കാഹളത്തിൽ ഇസ്രാഫിൽ ഊതിയ മാതിരിയുള്ള ഒരൊറ്റ പടച്ചലായിരിക്കും. അല്ലേ, വാതക്കെട്ട് അങ്ങനെ മുട്ടാൻ പാടില്ല. വീട്ടുകാരനെ വിളിക്കുമ്പോൾ വാതിലിൽ പതുക്കെ മുട്ടണം, സാവകാശം അതോടുകൂടെ മുട്ടണം. മാത്രവുമല്ല വലാ യുബ്ഹിമ നഫ്സഹു ബിഅൻ യഖൂല അനാ, ആരാണ് പുറത്ത് വന്നതെന്ന് പറയുന്ന ഒരു ശബ്ദവും കൂടി അതിന്റെ കൂടെ കൊടുക്കണം. അഷ്റഫുക്ക, ഷാജിക്ക, ഞാൻ ഫൈസിയ, വാതിലും തുറന്നേ. അപ്പോ ഒരു പക്ഷേ പുറത്തു വന്ന ആളുടെ രീതിയും അകത്തുനിന്ന് വാതിൽ തുറക്കുന്ന ആളുടെ രീതിയാണെങ്കിൽ ചിലപ്പോ ഒരു തോർത്ത് ഇങ്ങനെ ഇട്ടാ മതി എന്നുള്ള ആളാണ് പുറത്തേക്ക്, കുഴപ്പമില്ല. ചിലപ്പോ തലമുടി ഒന്ന് ഈരേണ്ട ആളാണ് പുറത്ത് വന്നേക്കണമെങ്കിൽ വീട്ടുകാരനത് തയ്യാറാവാനാണ്. ആരാ പുറത്ത് വന്നത് എന്നറിയിക്കണം. അത് വാതില് പതുക്കെ മുട്ടുകയും വന്ന വ്യക്തി ആരാണെന്ന് അറിയിക്കുകയും വേണം. അതാണ് രണ്ടാമത്തെ കാര്യം. ഹബീബായ നബി തങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്, ആരെന്ന് ചോദിച്ചാൽ ഞാൻ എന്ന് പറയല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ കൃത്യമായി തന്നെ പറഞ്ഞു ബിഅൻ യഖൂല അന, ആരാ പുറത്ത്? ഞാൻ. ഏത് ഞാൻ? ഞാനെന്ന് ഞാൻ എന്ന് പറയരുതെന്നാണ്. എങ്ങനെ പറയണം? അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദൈനിൻ കാന അലാ അബീ. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹത്തിന്റെ വാപ്പ അബ്ദുല്ല എന്നവര് മരിച്ചു. വാപ്പ മരിച്ചപ്പോ വാപ്പാക്ക് ഒരുപാട് കടമുണ്ട്. ഈ കടം ഉണ്ടെന്ന വിവരം പറയാൻ വേണ്ടി ഞാൻ നബിതങ്ങളെ കാണാൻ വേണ്ടി ചെല്ല. വാപ്പാക്ക് കടമുണ്ട് നബിയെ എന്ന് പറയാൻ വേണ്ടിട്ട് ഞാൻ ചെന്നപ്പോ ഹബീബായ നബി തങ്ങളുടെ വീടിന്റെ വാതിൽ അടഞ്ഞു കിടക്കുന്ന, വീടിന്റെ വാതിൽ എപ്പോഴും അടച്ചിടണം എന്നുള്ളത് ഇതിന്റെ കൂടെ പറയാണ്. എന്നിട്ടോ വാതൊക്കെ ഞാൻ പതുക്കൊന്ന് മുട്ടി.
ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, മന്ദാ, ആരാത്? ഫഖുൽതു, ഞാൻ പറഞ്ഞു, അന്ന, ഞാനാ നബിയെ. അള്ളാന്റെ ഹബീബിന ഞാനാ എന്ന് പറഞ്ഞ വാക്കും ശബ്ദവും ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. എന്നിട്ടും തിരിച്ചു ചോദിച്ചു, അന അന അന, ഞാൻ ഞാൻ ഞാൻ, ആരെയും ഞാൻ. അന്നഹു കരിഹഹാ, റസൂലുള്ളാഹിക്ക് അത് ഇഷ്ടപ്പെടാത്ത പോലെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ എന്ന് പറഞ്ഞ് സംബോധന ചെയ്യാ, അറിയിക്ക, അത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമായില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറയണം. അപ്പൊ ചോദിക്കും, ആ ഏത് മുഹമ്മദ്? ഇന്നാലിന്ന മുഹമ്മദ്. വീട്ടുപേര് പറയണം. ആ വീട്ടുപേരിൽ 2 മുഹമ്മദ് ഉണ്ടെങ്കിൽ വാപ്പ വിടാത്തൊരു പേര് നാട്ടുകാരിട്ടുണ്ടാവില്ല, ഒരു പേര് അങ്ങനെയുണ്ടല്ലോ, ഈ ഇരട്ട പേര് വിളിക്കലുണ്ടല്ലോ കളിയാക്കിട്ട്, ആ പേര് ചേർത്ത് പറയണം. ഒരു മടിയുണ്ടാവും. ആൾക്കാരൊക്കെ ഇങ്ങനെ വിളിക്കണ ആയിക്കൽ, ആയിക്കാണ്, എനിക്ക് മനസ്സിലായിരുന്നു. കളിയാക്കണ പേര് പറയണം. ഇങ്ങനെ പറഞ്ഞിട്ട് വേണം ഒരു രോഗി കിടക്കുന്ന വീട്ടിലേക്ക് കടന്നു ചെല്ലാനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മൂന്നാമത്തെ അദബ്, അല്ലാ യഹ്ദുറ ഫീ വഖ്തിൻ യകൂനു ഗൈറ ലായിഖിൻ ബിൽ ഇയാദാ. ഒരു വീട്ടിലേക്ക് ചെല്ലാൻ പാടില്ലാത്ത സമയത്ത് ചെല്ലാതിരിക്കലാ. ഒരു വീട്ടിലേക്ക് ചെല്ലാൻ പാടില്ലാത്ത ചില സമയങ്ങളുണ്ടാവും, അങ്ങനെയുണ്ട്. ഒരു വീട്ടിലേക്ക്, അതൊന്നും വിശദീകരിക്കാൻ കൊള്ളൂല. ഒരു വീട്ടിലേക്ക് ചെല്ലേണ്ട സമയം, ചെല്ലാൻ പാടില്ലാത്ത സമയമൊക്കെ ഉണ്ടാവും. ആ സമയം നോക്കിയിട്ട് വേണം പോവാൻ. അങ്ങനത്തെ സമയത്തെ, പ്രത്യേകിച്ച് രോഗിയുള്ള വീട്ടിലാണെങ്കിൽ, ആ രോഗി മരുന്ന് കുടിക്കുന്ന നേരം അല്ലെങ്കിൽ രോഗി ഭക്ഷണം കഴിക്കുന്ന നേരം പോവാൻ പാടില്ല. അങ്ങനെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. കാരണം ഭക്ഷണം കഴിക്കുന്ന രോഗിയുടെ മുന്നിലേക്ക് വരുമ്പോൾ രോഗിക്ക് തന്നെ ഒരു അടങ്ങാറത്. കാരണം രോഗി ഭക്ഷണം കഴിക്കുന്നത് പ്രയാസപ്പെട്ടത് മറ്റൊരാൾ കാണാ എന്നുള്ളത് രോഗിക്ക് പ്രയാസമാണ്. ചിലരിങ്ങനെ പോയിട്ട് ആ ഭക്ഷണം കൊടുത്ത് പോയി ഇറച്ചിക്കടയുടെ മുമ്പിൽ പട്ടിയിരിക്കണം, അതിൽ ഇങ്ങനെ ഇരിക്കും, വായിലേക്ക് നോക്കിയുണ്ട്. രോഗി അല്ലാതെ തന്നെ അടങ്ങാറില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു അടങ്ങാറും കൂടി വന്ന് കേട്ടോളൂ. ഹബീബായ നബി തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നു, നാലാമത്തേത് രോഗിയെ കാണാൻ പോയാൽ കുറഞ്ഞ നേരം മാത്രമേ രോഗിയുള്ള വീട്ടിൽ രോഗസന്ദർശനത്തിന് ഇരിക്കാവൂ. പെട്ടെന്ന് പോന്നോളണം, കുറച്ച് സമയം, 2 മിനിറ്റ്, അതിൽ കൂടുതൽ ഇരിക്കാൻ കൊള്ളില്ല. രോഗിയുടെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് നേരം അവിടെ ഇരിക്കാൻ പാടില്ല. അഞ്ചാമത്തേത് രോഗിയെ കാണാൻ വീട്ടിലേക്ക് ചെന്നാൽ ഈ ചെല്ലുന്ന മനുഷ്യൻ അവന്റെ കണ്ണിനെ സൂക്ഷിക്കണം. അതെങ്ങനെ? രോഗിയ അയാളുടെ ഉടുപ്പൊക്കെ ഒന്ന് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നോക്കാം, ഇവിടെ മറുകുണ്ടല്ലേ, ഞാൻ കണ്ടില്ലായിരുന്നു. അല്ലെങ്കിലോ ആ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പരിചരിക്കുന്നത് അവിടുത്തെ മകളോ മരുമകളോ ആയിരിക്കും, വാപ്പാടെ മുമ്പിലായിരിക്കും. കണ്ണ് ചിമ്മണമെന്നാ പറഞ്ഞത്, കണ്ണിനെ സൂക്ഷിക്കണം. ഈ വീട്ടിൽ ഈ സൈഡിൽ ഒരു ബാത്റൂം ഉണ്ടായിരുന്നില്ല, അത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. വിശേഷങ്ങൾ പറയാൻ നിൽക്കരുത്, കണ്ണു സൂക്ഷിക്കണം. ആവശ്യമുള്ളത് മാത്രം നോക്കണം. അത് രോഗിയുള്ള വീട്ടിലല്ല, അല്ലാത്ത വീട്ടിലേക്ക് എന്നാലും ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആദ്യം സൂക്ഷിക്കേണ്ടത് ചെല്ലുന്നവൻ അവന്റെ കണ്ണ് സൂക്ഷിക്കണം എന്നാ. കണ്ണ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ? ആവശ്യമില്ലാത്ത നോക്കാൻ പോകരുത്, ആവശ്യമില്ലാത്തത് നോക്കാൻ പാടില്ല. പിന്നെയോ ആറാമത്തെ രോഗിയോടുള്ള ചോദ്യം ചുരുക്കണം. ഇത്ര നാളായിട്ട് മരുന്ന് വെച്ചിട്ട് അസുഖം മാറിയില്ല ചങ്ങാതിയെ, അതോടുകൂടെ തന്നെ ആ രോഗി ആകെ പകുതി മയ്യത്തായി. ഇത്ര നാളാ മരുന്ന് കഴിച്ചിട്ട് മാറിയില്ലേ, അതെന്താ മാറാത്ത? ചോദ്യം ചുരുക്കണം. എത്ര നാളായി തുടങ്ങിയിട്ട് ചോദിക്കാൻ പാടില്ല. വളരെ ചുരുങ്ങിയ 1-2 കാര്യങ്ങൾ മാത്രം രോഗിയോട് ചോദിക്കാം. മാത്രവുമല്ല, ഏഴാമത്തെ അദബ് രോഗിയോട് രോഗത്തിന്റെ അവസ്ഥയെ കുറിച്ച് പറയുമ്പോ അത് നിസ്സാരപ്പെടുത്തി പറയണം. ഇതിപ്പോ എല്ലാവർക്കും ഉള്ളത്, അത് മരുന്ന് കഴിച്ചാൽ മാറാ, ഇന്നാളെ ആൾക്ക് വന്നിട്ട് പെട്ടെന്ന് മാറിയതാ, ഇത് മാറും, ഇത് പെട്ടെന്ന് മാറും. അങ്ങനെ രോഗത്തിന്റെ അവസ്ഥയെ കുറിച്ച് നിസ്സാരപ്പെടുത്തി പറയണം. ഇത് വലിയ പ്രശ്നമല്ലെങ്കിൽ വേദന 1 ആഴ്ച ഉണ്ടാവും, 2 ആഴ്ച ഉണ്ടാവും, അല്ലെങ്കിൽ 3 കോഴ്സ് മരുന്ന് കഴിച്ചാൽ മാറും. അല്ലാതെ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ കയ്യും വെച്ചിട്ടൊരു വരിയുണ്ട്, അങ്ങനെയാ. അതോടുകൂടെ രോഗിയുടെ പകുതി റോഡ് തീരോടെ. രോഗിയെ അടങ്ങാറാക്കാൻ പോരുത്.
പിന്നെയോ കേട്ടോളൂ, എട്ടാമത്തേത് രോഗിക്ക് വേണ്ടി അവിടെ ചെന്ന് ഉള്ളിൽ തട്ടി ദുആ ചെയ്യണം. എന്താ കാരണം? രോഗി ആമീൻ പറയും, രോഗിയുടെ ആമീൻ അല്ലാഹു കബൂൽ ചെയ്യും. ആമീനും ദുആയ 7 വിഭാഗം ആളുകളുടെ ദുആ അല്ലാഹു തട്ടൂല. ആമീൻ ദുആ എന്ന നിലക്ക് രോഗിയാ 7 വിഭാഗത്തിൽപ്പെട്ട ആളാ. രോഗിയുടെ മുമ്പിൽ ചെന്നിട്ട് നല്ല ഇഖ്ലാസിൽ ദുആ ഇറക്കണം. പോരാ നേരത്തെ രോഗിയോട് എനിക്ക് വേണ്ടി ദുആ ഇറക്കണോട്ടോ എന്ന് പറയണം. രോഗി ദുആ ഇരുന്ന പെട്ടെന്ന് ഉത്തരം കിട്ടും. ഇപ്പൊ എത്രണ്ണം പറഞ്ഞു? 8 എണ്ണം പറഞ്ഞു. 9ാമത്തേത് ഭാവിയെ കുറിച്ചുള്ള ആശങ്കയിൽ നിൽക്കുന്ന രോഗിക്ക് കൂടുതൽ പ്രതീക്ഷ കൊടുക്കണം. 10ാമത്തേത് ഈ രോഗം ക്ഷമിക്കുന്നതിന് അല്ലാഹ് നിനക്ക് കൂലി തരും എന്ന് പറഞ്ഞ് രോഗിക്ക് പ്രതീക്ഷ കൊടുക്കണം, പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആഖിറത്തിന്റെ കാര്യത്തിൽ സന്തോഷിപ്പിക്കണം. അല്ലെങ്കിലും അങ്ങനെയല്ലേ, ഒരാൾ രോഗിയാകുമ്പോൾ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കല്ലേ. പൊൻകട്ടി തീയിൽ ഇട്ടുരുക്കി അടിച്ചിടും, ഉരുക്കച്ചിലേക്ക് കോർത്തു നീട്ടി വലിച്ചിടും, പിന്നീട് പലതും ചെയ്തു ഒടുവിൽ പണ്ടമായി പെണ്ണിന് കെട്ടുമ്പോൾ അതെന്തൊരു ഭംഗിയായി. ഒരു മാല ഒരു പെണ്ണിന്റെ കഴുത്തിൽ വരുമ്പോൾ സ്വർണ്ണാഭരണത്തിന് എത്ര മനോഹാരിത. ഒരു സ്ത്രീയുടെ കഴുത്തിൽ ഒരു മാല കിടക്കുമ്പോ വീട്ടിൽ പോയി നോക്കട്ടാ, പണയം വെച്ചാ കാണൂല ഭംഗി. സ്ത്രീകളുടെ കഴുത്തിൽ മാല എത്തുമ്പോൾ ആ സ്വർണത്തിന്റെ ഭംഗി ശരിക്കും വരുന്നത് അപ്പോഴാ. ആ ഭംഗി അവിടെ എത്താൻ വേണ്ടി ഈ സ്വർണം അനുഭവിച്ച ത്യാഗം, അത് പൊൻകട്ടിയായിരുന്നു, ഒരു ഭംഗിയിലായിരുന്നു അതിനെ കാണാൻ. അത് തീയിലിട്ട് ഉരുക്കി അടിച്ച് പരത്തി വലിച്ച് നീട്ടി ഒരു അരിവാള് കാച്ചിക്കാൻ ചെന്നു കഴിഞ്ഞാൽ ആ അരിവാള് അനുഭവിക്കുന്ന ത്യാഗത്തിലാ. എത്ര പ്രാവശ്യം നരകത്തിലാ അരിവാള്. പിന്നെ ഇടിച്ചു പരത്തി, പിന്നെ രാഗി, അവസാനം പെർഫോമൻസ് അടിപൊളിയാവുമ്പോ അരിവാളിനെ പറ്റി നല്ല അഭിപ്രായം. അത് സഹിച്ചതും ക്ഷമിച്ചതും എന്ന പോലെ ഇതുപോലെ ഉന്നതരായ പലരും രോഗമായി കിടക്കുന്നതായി കാണും കാലം ദീർഘമായി. ദോഷം പൊറുത്തു കൊടുത്തു ശുദ്ധി വരുത്തല, എന്നിട്ട് ഉന്നത ദർജയിൽ എത്തിക്കല. ഇവിടെ കൊച്ചുക്ക പറഞ്ഞല്ലോ, ചില രോഗികളുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ സ്മെല്ല് ഉണ്ടാവും, വാസന ഉണ്ടാവും. ഒരുപാട് അനുഭവിച്ചു. കൊഴുമ്പിന്റെ മണം, മരുന്നിന്റെ മണം, എണ്ണയുടെ മണം, കുറെ നാൾ കിടന്നതല്ലേ, മണമുണ്ടാവും. ഈ രോഗി എത്ര മണമുള്ള അവസ്ഥയിലെത്തുന്നുവോ അതനുസരിച്ച് ആഖിറത്തിന്റെ സുഗന്ധം കൂടിക്കൊണ്ടിരിക്കുക. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൂമിനായ മനുഷ്യന്റെ കാലിൽ മുള്ളു തറച്ച വേദനക്ക് പോലും കൂലിയുണ്ടത്രേ. സയ്യിദുനാ റസൂലുള്ളാഹി. പിന്നെ ഒരു രോഗിയുടെ അടുക്കിലേക്ക് ചെന്നാൽ ചെരിഞ്ഞു കിടക്കാൻ പറ്റുന്ന അവസ്ഥയുള്ള രോഗമാണ് എങ്കിൽ ഖിബല കൊള്ള ചിരിച്ചു കിടത്തണം. അത് രോഗിയോട് മാത്രമല്ല, എപ്പ കിടന്നാലും വലതുവശത്തേക്ക് ചെരിഞ്ഞ് മുഖം കിബിലക്ക് പോകത്തക്ക രീതിയിലാണ് നമ്മൾ കിടന്നു തുടങ്ങേണ്ടതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിബലയെ സ്നേഹിക്കണം. അവസാനം നമ്മൾ കിടക്കേണ്ടത് അങ്ങനെയാ, ഖബറിൽ അങ്ങനെയാ കിടത്താം. എത്ര കാലങ്ങളോളം അങ്ങനെ കിടക്കണം. ഖിബലയെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാത് ഖിബലാക്ക് ചെരിഞ്ഞു കിടന്ന് മരിക്കുന്ന നല്ല മരണം കിട്ടാൻ. ഒരു രോഗിയെ ചെരിഞ്ഞു കിടത്താൻ പറ്റുമെങ്കിൽ വലഭാഗം കൊള്ളേ ഖിബലക്ക് മുഖം കെട്ടത്തക്ക രീതിയിൽ ചെരിച്ചു കിടത്തണം. അങ്ങനെ കിടത്താൻ പറ്റൂല്ലെങ്കിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രം മഹല്ലി പറയുന്നുണ്ട്, അത് ബുദ്ധിമുട്ടാണ് എങ്കിൽ ആ രോഗിയെ ഉൽഖിയ അലാ ഖഫാഹു, മലർത്തി കിടത്തണം. ഒരു ചെറിയ തലയണയോ എന്തേലും തലക്ക് വെച്ചു കൊടുത്താൽ മുഖം ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ മുഖം ഖിബലക്ക്. അപ്പോൾ ഒരാൾ പറയും തല കിഴക്കോട്ട് മുഖം പടിഞ്ഞാട്ട്, അപ്പൊ കാലും പടിഞ്ഞാട്ടല്ലേ. കാല് പിന്നെ മുറിച്ചു കളയാൻ പറ്റും, കാലം അങ്ങനെയല്ലേ പോവുള്ളൂ.
മുഖം പടിഞ്ഞാട്ട് കിട്ടുക എന്നുള്ളതാണ്. കാലവിടെ ഇരുന്നോട്ടെ, കാലിപ്പോൾ വലിയ ശല്യമൊന്നുമില്ലല്ലോ. കിബിലേക്ക് കാല് നീട്ടി അതല്ല അവിടെ നോക്കാം, മുഖം കിബിലേക്ക് ആക്കുക എന്നുള്ളതാണ്. ഇനി അത്ര ബുദ്ധിമുട്ടൊന്നും ആ കട്ടിലിൻ്റെ അവിടെ നിന്ന് പോയൊക്കെ പൊട്ടിച്ചിട്ട് കാലാണ്ട് ഇറക്കിയിട്ടത് ഈ താഴത്തേക്ക്, പിന്നെ കാല് പടിഞ്ഞാട്ട് പോകില്ലല്ലോ. കാലവിടെ നോക്കലില്ല. ഇത് നമ്മൾ കിടക്കുന്നോടത്ത് അങ്ങനെ തന്നെയാണ്. ഏറ്റവും അഫ്ളൽ വലത് ഭാഗം ചെരിഞ്ഞിട്ട് മുഖം ഖിബില, കേരളത്തിൻ്റെ ഒക്കെ രീതി അനുസരിച്ച് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കിട്ടത്തക്ക രീതിയിൽ കട്ടിലിടണം. അത് രോഗിയാണേലും അല്ലേലും കട്ടിലിടേണ്ട ഏറ്റവും അഫ്ളലായ രീതി അതാണ്. അതിന് പറ്റുന്നില്ലെങ്കിൽ രണ്ടാമത്തതാണ് മലർന്ന് കിടന്നു കഴിഞ്ഞാൽ മുഖം ഖിബിലക്ക് കിട്ടണം. അപ്പൊ കാല് പടിഞ്ഞാട്ട് പോകണം, അത് നോക്കണ്ട. കാലവിടെ ഉണ്ടായിപ്പോയതുകൊണ്ടാണല്ലോ ഇപ്പം അങ്ങനെ ആയത്. എന്ത് ചെയ്യാൻ പറ്റും? മുഖം പടിഞ്ഞാട്ട് കിട്ടണം. അതിനും പറ്റുന്നില്ലെങ്കിലാണ് ഇടത് വശം ചെരിഞ്ഞ് കിടക്കുമ്പോൾ മുഖം ഖിബിലക്ക് കിട്ടുക. ഈ വിഷയത്തിൽ ഫിഖ്ഹിൽ അഭിപ്രായ വ്യത്യാസം. മലർന്ന് കിടക്കുന്നതിനെ മൂന്നാമത്തെ അഭിപ്രായമായിട്ട് പറഞ്ഞവരുണ്ട്. പക്ഷേ ഏറ്റവും പ്രബലമായ അഭിപ്രായം മലർന്ന് കിടന്നിട്ട് മുഖം പടിഞ്ഞാട്ട് കിട്ടുന്ന രീതി രണ്ടാം സ്ഥാനത്തായിട്ടാണ് പ്രബലമായ അഭിപ്രായം. മഹല്ലി ഇത് രേഖപ്പെടുത്താൻ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ചെയ്യേണ്ടത്, രോഗി മരണാസന്നനാണ് എങ്കിൽ നമ്മൾ എപ്പോഴും ഈ ഒരു തയ്യാറെടുപ്പിലുണ്ടാവണമെന്ന നമ്മൾ ഒന്നോടുകൂടെ. ഇപ്പൊ മിക്കവാറും ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ഒന്നും ഉണ്ടാവാം. വീട്ടിൽ വെറുതെ നമ്മൾ വാഴക്ക് ചോട് കിളയ്ക്കാൻ പോവാ, ഒന്നും ഉണ്ടായിക്കോട്ടെ, നല്ലതല്ല. അടക്കള ജോലി ഒന്നും ഉണ്ടായിക്കോട്ടെ. അപ്പോൾ മീൻ മുറിച്ച വെള്ളം, നജസായ വെള്ളം, ഇറച്ചി കഴുകിയ വെള്ളം ശരീരത്തിലുണ്ടാവും. നജസ് അവിടെ ഇരുന്നോട്ടെ, ഒന്നും ഉണ്ടാവണതിന് കുഴപ്പമില്ലല്ലോ, ഒന്നോടുകൂടെ മരിക്കാലോ. എപ്പോഴും ആ ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവണമെന്നാ. എപ്പോഴും ആ ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവണം. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അവസാന നിമിഷത്തെ കുറിച്ച് ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒളുവെടുത്ത് ഖിബിലക്ക് ചെരിഞ്ഞിങ്ങനെ കിടന്നു, മരണത്തെ പ്രതീക്ഷിച്ച് കിടന്ന് അങ്ങനെ കിടന്ന് മരിച്ച ആളാ ഫാത്തിമ റളിയല്ലാഹു അൻഹ. നമ്മൾ മനസ്സിലാക്കണം, രോഗിയെ അങ്ങനെ കിടത്താൻ പറ്റുമെങ്കിൽ ഖിബിലക്ക് മുഖം കിട്ടത്തക്ക രീതിയിൽ കിടത്താം. ഖിബിലയോടുള്ള സ്നേഹാണത്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാനായ സ്വഹാബി, മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു, മഹാനവറുകളെ ബനു ഹാരിസ് ഗോത്രക്കാരുടെ വീട്ടിൽ തടവിൽ വെച്ചുകൊണ്ട് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു കളഞ്ഞല്ലോ. അപ്പോഴാണ് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന ആയത്ത് ഇറങ്ങുന്നത്. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞു. എന്നിട്ടോ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ തല ഛേദിച്ചു, കഴുത്തിൽ നിന്നും മുറിച്ചെടുത്തു. എന്നിട്ട് ഒരു കുന്തത്തിൽ കുത്തി നിർത്തി മദീനയുടെ ഭാഗത്തേക്ക് തിരിച്ചു വെച്ചു. എന്തിനാണെന്നറിയുമോ? ഹബീബായ നബി തങ്ങൾക്കും സ്വഹാബത്തിനും ഇത് പാഠമാവട്ടെ എന്ന് കരുതി മദീനയുടെ ഭാഗത്തേക്ക് കുന്തത്തിൽ കുത്തിവെച്ചിരിക്കുന്ന തല ആളിങ്ങോട്ട് മാറുമ്പോ നേരെ ഇപ്പുറത്തേക്ക് തിരിയും, ഖിബിലയുടെ നേരെ. അവസാനമാ തല ഖിബിലയുടെ ഭാഗത്തുനിന്ന് തിരിയാതെ വരുന്ന സമയത്ത് അവർ കെട്ടിനിർത്തി എന്നാ പറയപ്പെടുന്നത്. കാരണം ഹുബൈബ് റളിയല്ലാഹു അൻഹു ഖിബിലയെ മുഖം കൊണ്ട് അത്ര മുന്നിട്ടിട്ടുണ്ട്. അത് രോഗിയായി കിടക്കുമ്പോ മാത്രം ശ്രദ്ധിച്ചപ്പോരാ, ഒക്കെ എപ്പോ വേണേലും പോവേണ്ടവരാ. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും തരട്ടെ. ചുരുക്കി പറഞ്ഞാൽ, രോഗിയായ മനുഷ്യനെ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ചും മരണാസന്നനാണ് എങ്കിൽ, അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു ആ മനുഷ്യന് കെലിമ ചൊല്ലിക്കൊടുക്കണം. ചെല്ലുമ്പോ തന്നെ കെലിമ ചൊല്ലിക്കൊടുക്കരുത്, അങ്ങനത്തെ സിറ്റുവേഷൻ ആണെന്ന് നോക്കണം. ആര് ചൊല്ലിക്കൊടുക്കണം? ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, ലഖീനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വഹീഹ് മുസ്ലിം. നിങ്ങളിൽ രോഗി മരണാസന്നനാണ് എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങ് ചൊല്ലിക്കൊടുക്കണം. കേട്ട് ചൊല്ലാൻ പറ്റുന്ന കോലത്തേക്കടെ ചൊല്ലിക്കൊടുക്കണം, ചെവിയിൽ ചൊല്ലിക്കൊടുക്കണം. ദിക്ർ ഹൽക്ക് നടത്തണം എന്നല്ല പറഞ്ഞതിനർത്ഥം. പതുക്കെ ഒരെണ്ണം ചൊല്ലിക്കൊടുക്കാം. ബിലാ ഇൽഹാ. മരണാസന്നനായ മനുഷ്യന് കെലിമ ചൊല്ലിക്കൊടുക്കുമ്പോ നിർബന്ധിക്കാൻ പാടില്ല. ചൊല്ലുവാപ്പാ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കാൻ പാടില്ല. അപ്പൊ ദേഷ്യം വരും. ആ ദേഷ്യത്തിന്റെ പേരിൽ ഒരു പക്ഷേ ഈ രോഗി ചൊല്ലാതിരിക്കും. ഇസ്ലാമിക കർമ്മശാസ്ത്രം ഇത് കൃത്യമായി പറയുന്നു, ഖൽയൂബി രേഖപ്പെടുത്തുന്നു. വലാ യുഖാലു ലഹു ഖുൽ, പറയേ
പറയേ എന്ന് പറഞ്ഞിട്ട് ചൊല്ലിക്കൊടുക്കരുത്, ഇത് പറയേ എന്ന് പറഞ്ഞിട്ട് ചൊല്ലിക്കൊടുക്കരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം എന്നല്ല, രോഗിയുടെ മുന്നിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് പരിചയപ്പെടുത്തിയാ മതി. ഓട്ടോമാറ്റിക്കലി ആ രോഗിയുടെ വായിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വരും, നിർബന്ധിക്കാൻ പാടില്ല. ഇനി കേട്ടോളൂ, രോഗിയായ മനുഷ്യനാരാ ഇത് ചൊല്ലിക്കൊടുക്കേണ്ടത്? ഈ വാപ്പ മരിച്ചിട്ട് വേണം 50 സെന്റ് പറമ്പ് എഴുതി വെച്ചേക്കണ മോന് അതെടുക്കാൻ. ആ മോൻ പോയി കെലിമ ചൊല്ലാൻ നിൽക്കരുത്. വാപ്പ പറയും വാപ്പാടെ സമയമായിട്ടില്ല മോനെ എന്ന്. വാപ്പാടെ ആഖിർ കലാമ് ചിലപ്പോൾ അതായിരിക്കും. അവസാനം പറഞ്ഞ വാക്ക് മനസ്സിലായില്ല. അനന്തരാവകാശം ചൊല്ലിക്കൊടുക്കരുതെന്നാ തെറ്റിദ്ധാരണ വരും. ഞാൻ മരിക്കാൻ നോക്കി നിൽക്കാണോ എന്ന് ചിന്തിക്കും. എല്ലാ വാപ്പാടെ കാര്യമല്ലേ പറഞ്ഞു, ഇനി വാപ്പന്നെ ആണെന്നല്ല കേട്ടോ. തെറ്റിദ്ധാരണ വരും. അഭിപ്രായ വ്യത്യാസമുള്ള വാപ്പായും മോനും അങ്ങും ഇങ്ങും കെലിമ ചൊല്ലിക്കൊടുക്കാൻ നിൽക്കല്ലേ. കൃത്യമായി തന്നെ പറഞ്ഞു. അത് ആര് ചൊല്ലിക്കൊടുക്കണം? ഞാൻ മരിച്ചിട്ട് വേണമല്ലോ അതെടുക്കാൻ, അതിന് വേണ്ടിയിട്ടല്ലേ ഇപ്പൊ എനിക്ക് കെലിമ ചൊല്ലി തരുന്നത്. അങ്ങനെ അവിടെ ചെല്ലണ്ടടാ. ആ ഒരു വാശി അവിടെ പ്രയോഗിച്ച കെലിമ നഷ്ടപ്പെട്ടു പോകാം ഒരു പക്ഷേ. പിന്നെ അത് ആര് ചൊല്ലിക്കൊടുക്കാം? ഫൈലം യഹ്ദുറുഹു ഗൈറുൽ വാരിസി, അനന്തരാവകാശിയല്ലാത്ത വേറെ ആരും അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ലെങ്കിൽ അശ്ഫഖുഹും അലൈഹി, വാപ്പായും മോനും തമ്മിൽ നല്ല സീറ്റിങ്ങിലുള്ള നല്ല സ്നേഹത്തിലുള്ള മകളോ മരുമകളോ മരുമകനോ മകനോ, ഏറ്റവും നല്ല അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കുമല്ലോ മിക്കവാറും വാപ്പാൻ അത്രയും സ്നേഹിക്കുന്നു എന്ന് വാപ്പാക്ക് ബോധ്യമുള്ള നല്ല ഇഷ്ടമുള്ള മക്കളാരോ മരുമകളാരോ മരുമകനാരോ അവർക്കാണ് ഈ കുഴപ്പമില്ല. നേരെ മറിച്ച് ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ കോടതിയിലും പോലീസ് സ്റ്റേഷനിലായിട്ട് കയറി നടന്ന വാപ്പായും മോനാണ്. വാപ്പ ഇന്നൊന്ന് സൈക്കിളിൽ നിന്ന് വീണു, മോൻ വൈകുന്നേരം വന്നേക്കെ കെലിമല്ലി കൊടുക്കാൻ. അവിടെ ഇത് പറ്റൂല. തെറ്റിദ്ധാരണ ഉള്ളോടത്ത് അനന്തരാവകാശം ചൊല്ലിക്കൊടുക്കാൻ പാടില്ല. നീ നോക്കിക്കോളൂ, ഏറ്റവും സ്നേഹമുള്ള മക്കളോ മരുമക്കളോ സുഹൃത്തുക്കൾക്കോ ചൊല്ലിക്കൊടുക്കാം. ചൊല്ലിക്കൊടുക്കുമ്പോൾ ഒറ്റവട്ട ചൊല്ലിക്കൊടുക്കേണ്ടത്. ആ ഒറ്റവട്ടം ചൊല്ലിക്കൊടുത്തത് ചൊല്ലിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ചൊല്ലാൻ നിൽക്കരുത്. പിന്നെയോ ചൊല്ലിയ ശേഷം മരണാസന്നൻ പിന്നെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ചൊല്ലിക്കൊടുക്കണം. വന്നുകൂടി എല്ലാവരും കൂടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്ത് ഇടങ്ങേറാക്കി കളയരുത്. അപ്പൊ അദ്ദേഹത്തിന്റെ വായിൽ ആദ്യം വരാൻ സാധ്യതയുള്ള വാക്കൊതൊന്നും നിർത്ത്, സ്വൈര്യന്ത എന്ന് പറയലായിരിക്കും ഒരു പക്ഷെ. അമർഷം തോന്നും അതിനോട്. ഏതായാലും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മരണാസന്നനായ മനുഷ്യന്റെ മുന്നിൽ പിന്നെ ചെയ്യേണ്ടത് അയാൾ കേൾക്കത്തക്ക ശബ്ദത്തിൽ സൂറത്ത് യാസീൻ ഓതിക്കൊടുക്കണേ. ഇഖ്റഉ അലാ മൗതാകും യാസീൻ. ഇമാം അബൂ ദാവൂദ് സുനനിൽ ഉദ്ധരിക്കുന്നു, ഇബ്നു മാജ ഉദ്ധരിക്കുന്നു. മരണാസന്നന്റെ മുന്നിൽ അയാൾ കേൾക്കത്തക്ക ശബ്ദത്തിൽ യാസീൻ ഓതിക്കൊടുക്കണം. എന്താ കാര്യം എന്നറിയോ? ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി സൂറത്തുൽ യാസീന്റെ വ്യാഖ്യാനം പറയുന്നുണ്ട്, സൂറത്ത് യാസീന്റെ അക്ഷരങ്ങൾക്ക് ഒരു പ്രത്യേകമായ ക്രോഡീകരണ ഭംഗിയുണ്ട്. അത് കേൾക്കുന്ന ഒരു ശരാശരി മുസ്ലിം അവന്റെ പകുതി അബോധാവസ്ഥയിൽ മനസ്സിലേക്ക് ഈ അക്ഷരങ്ങളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു ചിത്രം അവന്റെ മനസ്സിലേക്ക് വരികയും അറിയാതെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എളുപ്പമാണ് എന്ന ഒരു വലിയ ഒരു മാസ്മരികമായ പ്രത്യേകത സൂറത്ത് യാസീന്റെ അക്ഷര ക്രോഡീകരണങ്ങൾക്ക് ഉണ്ട് എന്ന് മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി രേഖപ്പെടുത്തുന്നു. അതാണ് യാസീന്റെ പ്രത്യേകത. യാസീൻ അധ്യായത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിങ്ങനെ സ്വാഭാവികമായും കേൾക്കുന്ന ഒരാൾക്ക് മനസ്സ് ആദ്യം ഒഴുകിയെത്തുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിലേക്ക്. അത് അതിന്റെ ഒരു മാത്രം പ്രത്യേകതയാണ് സൂറത്ത് യാസീന്റെ പ്രത്യേകത. യാസീൻ കേൾപ്പിച്ചു കൊടുക്കണം. സുഖമില്ലാതെ കിടക്കുന്ന ആൾ ഇങ്ങനെ കേൾക്കണം. ഇനി നമ്മളത് ഓതിക്കൊടുത്തു, ഈ മനുഷ്യൻ അവസാനം കേട്ടത് ആ യാസീനാണെങ്കിൽ ആ മരണത്തിൽ പോലും വലിയ പ്രത്യേകത ഉണ്ടെന്നാ. അവൻ കെലിമ ചൊല്ലാതിരിക്കാൻ നമ്മൾ കേട്ടിട്ടില്ലായിരിക്കും, പക്ഷെ യാസീൻ കേട്ടിട്ട് എന്റെ വാപ്പ മരിച്ചെന്ന് പറഞ്ഞ വലിയ പ്രത്യേകതയാണ്. മാമിൻ മയ്യത്തിൻ യമൂതു ഫതുഖറഉ ഇൻദഹു സൂറത്തു യാസീൻ ഇല്ലാ ഖവ്വലല്ലാഹു അലൈഹി. യാസീൻ കേട്ട് മരിക്കുന്നവന് കെലിമ ചൊല്ലൽ എളുപ്പമാ. അങ്ങനെ ഇസ്ലാമിക കർമ്മശാസ്ത്രം ഇത് സംബന്ധമായി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഓതാൻ പറ്റിയ സൂറത്താണ് സൂറത്തുർ റഅദ് ഓതി കൊടുക്കാം. മറക്കരുതേ, മരണാസന്നനായ മനുഷ്യൻ കേൾക്കാൻ സൂറത്ത് യാസീൻ ഓതാം.
സൂറത്ത് റഅദ് ഓതാം. സൂറത്ത് റഅദ് കേട്ട് കഴിഞ്ഞാൽ ആ റൂഹ് പിടിക്കല് ഇടങ്ങേറാക്കൂല. അതുപോലെ തന്നെ മരണം നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ ശരീരത്തിന് ശുദ്ധിയില്ലാത്ത വലിയ അശുദ്ധിക്കാരായ ആണും വലിയ അശുദ്ധിക്കാരിയായ പെണ്ണും അങ്ങോട്ട് കടന്നു ചെല്ലാൻ പാടില്ല. അവിടെ മരണം നടന്നുകൊണ്ടിരിക്കുക, അപ്പൊ അങ്ങോട്ട് ചെല്ലരുത്. അല്ലാതെ ആ വീട്ടിലുണ്ടാവാൻ പാടില്ല എന്നൊന്നുമല്ല, വലിയ കുഴപ്പമൊന്നുമില്ല. മരണാസന്നൻ മരണത്തിലേക്ക് എത്തിങ്ങനെ നിൽക്കാൻ ലാസ്റ്റ് ടൈമിൽ ശരീരത്തിന് ശുദ്ധിയില്ലാത്ത ആർത്തവ രക്തം പുറപ്പെടുന്ന പ്രസവ രക്തം പുറപ്പെടുന്ന സ്ത്രീ അങ്ങോട്ട് ചെല്ലാൻ പാടില്ല. വലിയ അശുദ്ധി ജനാപത്തുണ്ടായ പുരുഷനും ചെല്ലാൻ പാടില്ല. അതുപോലെ നായ പോലെയുള്ളതൊക്കെ പറമ്പിൽ ഓടിച്ച് കളയണം. അതുപോലെ തന്നെ കൈ തൊട്ടാൽ തടവിയാൽ രൂപം കയ്യിൽ തടയുന്ന ചിത്രങ്ങൾ തടയുന്ന രൂപങ്ങളൊന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, ഒന്നും പറഞ്ഞ തീരില്ല. ഞാൻ ഇത് സംബന്ധമായി പറഞ്ഞപ്പോൾ ഒരു 2 മണിക്കൂർ കിട്ടിയാൽ, അതായത് 20 മണിക്കൂർ കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് ഈ വിഷയം ഏകദേശം ഒന്ന് പറയാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു സൂറത്ത് റഅദ് ഓതണം മരണാസന്നന്. കാരണം ഇന്നഹു യമൂതു റയ്യാന, മരണാസന്നന് സൂറത്ത് റഅദ് കേട്ട് മരിക്കുമ്പോൾ ദാഹമുണ്ടാവില്ല. മാത്രവുമല്ല വയദ്ഖുലു ഖബറഹു റയ്യാന, മരണാസന്നൻ സൂറത്ത് റഅദ് കേട്ടാണ് മരിക്കുന്നതെങ്കിൽ ഖബറിലെത്തുമ്പോഴും ദാഹമില്ല. വയഖ്റുജു മിൻഹു റയ്യാന, ഖബറിൽ നിന്നും പുനർജീവിതത്തിലേക്ക് പോകുമ്പോഴും ആ സൂറത്ത് റഅദ് കേട്ട് മരിച്ച ആ ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. ഉറക്കെ പറയാ, ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. ആരാ നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ സൂറത്ത് റഅദ് ഓതിത്തരാ? ഇത് പഠിപ്പിക്കേണ്ട വരുന്ന മക്കൾക്ക്. അത് കേട്ട് മരിച്ചവൻ ഖബറിൽ നിന്നും വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാഫ് ഇലാ റബ്ബിഹിം യൗസിലൂൻ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസ്സദഖൽ മുർസലൂൻ. ഖബറിൽ നിന്നും ഓടുന്ന നേരമാ, ദാഹമുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞാൽ സ്വാഭാവികമാ വെള്ളം കുറച്ച് കുടിച്ചേ ഉള്ളൂ എങ്കിൽ ഒരു ദാഹം വരും. ഒരു 6 മണിക്കൂർ കഴിഞ്ഞാൽ, 6 മണിക്കൂറല്ല, 6 കൊല്ലമല്ല, 60 കൊല്ലമല്ല, ഖബറിൽ കിടക്കുന്നു. ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ അല്ലാഹു ആത്മാവ് തിരിച്ചു കൊടുക്കുന്നല്ലേ നമ്മൾ പഠിച്ചേക്കണേ. ദാഹവും വിശപ്പൊക്കെ ഉണ്ടാവും. അവിടെ ചെന്ന് ഹൗദുൽ കൗസർ കുടിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖബറിൽ കിടക്കുമ്പോൾ ദാഹം ഉണ്ടാവില്ല. മാത്രവുമല്ല മരണാസന്നനായ മനുഷ്യന് സൂറത്ത് റഅദ് ഓതി കേൾപ്പിക്കുമ്പോൾ അവന് ദാഹമില്ലാത്ത സ്ഥിതിക്ക് മറ്റേ മൂപ്പര് പാത്രത്തിന് വെള്ളമായിട്ട് വരുന്നുണ്ട് ദാഹിക്കാൻ നേരം. ആ നേരത്തൊരു ദാഹം ഉണ്ടല്ലോ, മരണ നേരത്തൊരു ദാഹം ഉണ്ടല്ലോ. ആ നേരത്ത് മറ്റേ മൂപ്പര് പാത്രത്തിന് വെള്ളം കൊണ്ടുവരും. ആര്? നിങ്ങൾ വലിയ ആത്മബന്ധമുള്ള പോലെയുള്ള പുള്ളിയോട്. ആരുടെ കാര്യം ഈ പറഞ്ഞത്? ഇബ്ലീസേ. മരിക്കാൻ നേരം നമുക്ക് നല്ല ദാഹമുള്ളപ്പോൾ മൂപ്പര് നല്ല വെള്ളമൊക്കെ ആയിട്ട് വരും. ആ വെള്ളം മേടിച്ച് കുടിക്കാൻ മെനക്കെടുമ്പോൾ കെലിമെല്ലാം കിട്ടില്ല. ആ ദാഹം തീർക്കാനുള്ള ഒരു ഓഫർ അവൻ വെച്ചിട്ട് അവൻ ആ കെലിമയിൽ നിന്നും ശ്രദ്ധ മാറ്റും. അതാണ് ഇബ്ലീസിന്റെ പണിയാ നേരം. അപ്പൊ ആ ദാഹം അവിടെ ഉണ്ടാവാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കില്ലല്ലോ. ഏത് ദാഹം? മരണ നേരത്തെ ദാഹം ഒഴിവാവലാണ് മരണാസന്നന് സൂറത്ത് റഅദ് കേൾക്കാം. സൂറത്ത് റഅദ് എന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥം ഇടിനാദത്തിന്റെ ശബ്ദം. വലിയൊരു മഴ വരുമ്പോ കേൾക്കുന്ന വലിയ ഇടിനാദത്തിനാണ് പറയുന്നത് റഅദ്. ഇപ്പൊ ഒരു വലിയ മഴ പെയ്യുമ്പോൾ അവന് തോന്നുന്നത്, വലിയ മഴയും നല്ല കുളിരുമുള്ളപ്പോ ആർക്കെങ്കിലും ദാഹിക്കാറുണ്ടോ? ഇല്ല. സൂറത്ത് റഅദ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രതീതി ആ മരണാസന്നന് ആ ശബ്ദം അങ്ങോട്ട് കേൾക്കുമ്പോ തോന്നാ അവന്റെ മൈൻഡ് ദാഹത്തിൽ നിന്നും മാറും. അങ്ങനെ വരുമ്പോ അതിന്റെ ശാസ്ത്രീയ വശം അതാണ്. അങ്ങനെ വരുമ്പോൾ അവൻ ഇബ്ലീസ് കൊണ്ടുവരുന്ന വെള്ളത്തിലേക്ക് ചിന്തിക്കുന്നില്ല. മാത്രവുമല്ല മരണാസന്നനായ മനുഷ്യന് ദാഹജലം കൊടുക്കലും സുന്നത്താണ്. വഖദ് ഖീല ഇന്ന ശൈത്വാന യഅതീഹി ബിമാഇൻ വയഖൂലു ഖുൽ ലാ ഇലാഹ ഇല്ലാ അന ഹത്താ അസ്ഖിയക. ഇബ്ലീസാണ് അല്ലാഹ് എന്ന് പറയാൻ വേണ്ടി ഇബ്ലീസ് നിർബന്ധിക്കും, എന്നാ വെള്ളം തരാന്ന് പറയും. ആ ദാഹത്തിലേക്കുള്ള ചിന്ത പോവാതിരിക്കാൻ വേണ്ടി
ഫലൗലാ ഇദാ ബലഗത്തുൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. മരണാസന്നനായ മനുഷ്യന്റെ ഇടങ്ങേറുകൾ അല്ലാഹു നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ മരണം സംഭവിച്ചു. മരണം സംഭവിച്ച പിന്നെ അടുത്ത പരിപാടി എന്താ? സഹോദരിമാരാണ് ഈ പറയും, മരണം സംഭവിച്ച പിന്നെ അടുത്ത പരിപാടി കരച്ചില, അല്ലേ? അങ്ങനുണ്ടോ? മരണാസന്നൻ മരിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയപ്പോൾ മരിച്ചു. ഇനി അടുത്ത പരിപാടി എന്താന്ന് ക്ലാസ്സിൽ പറയും, മയ്യത്ത് പരിപാലനത്തിൽ പറയും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കണ്ണ് തിരുമ്മി അടയ്ക്കണം, താട കെട്ടണം, സന്ധികൾ മയപ്പെടുത്തണം, ശരീരം മുഴുവനും മൂടി വെക്കണം, തുറന്നിടാൻ പാടില്ല. ഒരാൾ കാണാൻ വരാണെങ്കിൽ ആ ഒരാൾക്ക് കാണേണ്ട ആളാണെങ്കിൽ ആൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അടച്ചു വയ്ക്കണം. അടുത്ത ആൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്നിടാൻ പാടില്ല. മയ്യത്ത് പരിപാലനം ഒരുപാട് പറഞ്ഞ് നമ്മൾ മുന്നിൽ പിണങ്ങേണ്ടി വരും. കാരണം ഇവിടുത്തെ കാണിക്കൽ അങ്ങനെ ഖബറിലേക്ക് വെച്ചിട്ട് തുറന്നു കാണിക്കുക. ഏത് അടിസ്ഥാനത്തിൽ? ഇത് എന്ത് ഇസ്ലാമാ? ഖബറിലേക്ക് വെച്ച മയ്യത്ത് തുറന്നു കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? എന്തിന്റെ പേര്? എന്ത് ഗുണമുണ്ട് അതുകൊണ്ട്? ഇനി കാണാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നത് എത്ര വലിയ തെറ്റാണെന്നറിയോ? ഇത് കാണലെന്താ? ഞാൻ പറയേണ്ട ആ ഭാഗത്തേക്ക്. അതുപോലെ തന്നെ മയ്യത്തിന്റെ വയറിൽ ഭാരം വെക്കല്, ഖിബിലക്ക് ചിരിച്ചു കിടത്തല്, കട്ടില് പോലെയുള്ളവയാണെങ്കിൽ അത് ഒരല്പം ഉയർത്തി വെക്കല്, മരണവസ്ത്രം അഴിച്ചു മാറ്റല്, അർഹരായവർ ഇത് ചെയ്യല്. അവിടെയാണ് ഇപ്പൊ ഈ ക്ലാസ് കൊണ്ടൊക്കെ ഉള്ള ലക്ഷ്യം. അതുപോലെ തന്നെ കള്ളക്കരച്ചില് ഒഴിവാക്കല്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മരണശേഷമുണ്ട്. ഏതായാലും ഞാൻ ചുരുക്കി പറയാം, അലമുറയിട്ട് കരയാൻ പാടില്ല. കരച്ചില് രണ്ട് വിധമുണ്ട്. മരണം കഴിഞ്ഞാൽ കരച്ചില് രണ്ട് വിധമുണ്ട്. ഒന്ന് നാവിന്റെ കരച്ചില്, രണ്ടാമത്തെ കരച്ചില് കണ്ണും കൽബും കരയുന്ന കരച്ചില്. രണ്ടാമത്തെ കരച്ചില് നമുക്ക് അനുവദനീയ. ആദ്യത്തെ കരച്ചില് നാവിന്റെ കരച്ചില്, അങ്ങോട്ട് ഇടിച്ച് പൊളിച്ച് വലിയ വലിയ ഊഫറിന്ന് എന്നുള്ള ശബ്ദം കേൾക്കുന്ന മാതിരിയായിരിക്കും നെഞ്ചിനടിക്കുന്ന ശബ്ദം കേൾക്കണ. എന്നിട്ട് അങ്ങോട്ട് കരയാൻ. നമ്മുടെ സംസ്കാരമല്ലാതെ ഏറ്റവും കൂടുതൽ അത് ചെയ്യുന്നത് സ്ത്രീകളായിരിക്കുമെന്ന നിഗമനമുണ്ട്. പരിശുദ്ധമായ ഹദീസിൽ സയ്യിദുനാ റസൂലുള്ളാഹി അങ്ങനെയുണ്ട്. ഇത് ഫുഖഹാ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ചില സംസ്കാരങ്ങൾ ഇത് വസിയത്ത് പോലെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ തമിഴ്നാട്ടിലൊക്കെ ചെന്നുണ്ട്, മരിച്ചാൽ മരിച്ചോടുത്ത് കരയാൻ ആളെ വാടക കിട്ടും. അങ്ങനെയുള്ള ഗ്രാമങ്ങളുണ്ട്. കൃത്യമായിട്ട് അന്വേഷിച്ചാൽ നമുക്കറിയാൻ പറ്റും. മരിച്ചോടുത്ത് കരയാൻ വേണ്ടി ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ട്. മരിച്ച ഓതാൻ വേണ്ടി ദർസിലെ കുട്ടികൾ അന്വേഷിച്ചു കൊടുക്കും. മരിച്ചു കഴിഞ്ഞാൽ തമിഴന്മാര് കരയാൻ ആളെ വാടകക്ക് അന്വേഷിച്ച് നടക്കുന്നു. വാടകക്ക് ആളെ കിട്ടും കരയാൻ. മരിച്ചോടുത്ത് കരയാൻ ആള്. മരിച്ചോടുത്ത് കരയാം. എങ്ങനെ? കണ്ണും കൽബും വിതുമ്പുന്ന ഒരു ശബ്ദമില്ലാത്ത കരച്ചിൽ. ഇതെങ്ങനെയാ? ഭർത്താവ് പറയും, ഞാനെങ്ങാനും മരിച്ച, മൂപ്പര് ടെൻഷനിലാണ്. മൂപ്പര് പറയും, ഞാനെങ്ങാനും മരിച്ചു കഴിഞ്ഞാ എനിക്ക് വേണ്ടിയിട്ട് ആരപ്പം കരയാനുള്ളതെന്ന് മൂപ്പര് ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഭാര്യ പറയും, ഭാര്യ മനസ്സിലാക്കും, മൂപ്പര് മരിച്ച ആദ്യത്തെ കടമ ഞാൻ കരയില്ല, അത് ഞാൻ ഏറ്റു മനുഷ്യ. അതാണ് നടന്നു കണ്ടത്. അത് ഞാൻ ഏറ്റു എന്ന രീതിയിലെ ഭാര്യ അവിടെ സമ്മതിക്കുക. കാരണം എന്താ? പുള്ളിക്കാരത്തെ അവിടെ നിന്ന് മനസ്സിലാക്കി ഇങ്ങേര് പോയ ആദ്യത്തെ പണി കരച്ചില. അപ്പോഴുണ്ട് ആങ്ങളെ വന്നപ്പോ നല്ല ചുരിദാറൊക്കെ ഇട്ട അമ്മായിമ്മ മരിച്ചു കൊടുത്ത് എന്റെ പെങ്ങള് നിക്ക, നീ എന്താണ് ഈ മരിച്ച വീട്ടിൽ ഇത്ര അടിപൊളിയായിട്ട് നിൽക്കണം? അതിനെന്താ ഞാൻ ഇത്ര നേരം കരയല്ലായിരുന്നോ? നീ കണ്ടില്ലല്ലോ. ഇതെന്തോ ഒരു ബാധ്യത, വലിയൊരു കടമ നിർവഹിക്കുമ്പോൾ കരച്ചില്ല. അന്നബി മൂസ നബി ബുർദത ബിൻ അബി മൂസ റളിയല്ലാഹു അൻഹു قال وجع أبو موسى وجعا شديدا فغشي عليه ورأسه في حجر امرأة من أهله. الله بن حبيب പ്രിയ സ്വഹാബിയായ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനെ വളരെ മനോഹരമായ ഭാഷയിൽ പാരായണം ചെയ്യുന്ന അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി ഒരു അസുഖം വന്നു, ബോധം കെട്ടു, മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ പോലെ മഹാനവറുകൾ തളർന്നു പോയി. അബൂ മുസൽ അശ്അരി എന്ന മഹാനായ സ്വഹാബി. ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ അവസാനിപ്പിച്ചേട്ടോ. 10 ഇൻഷാ അല്ലാഹ് സബൂറായിട്ടിരിക്കാം. അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ബോധം കെട്ട് പോകുന്നു.
താൻ തലവെച്ച് കിടക്കുന്നത് കുടുംബത്തിലെ ഒരു ഇത്താത്താന്റെ മടിയിലാണ്. തന്റെ മൂത്ത സഹോദരിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നു. മരണത്തിലേക്ക് പോവാ സ്വഹാബിയായ അബൂ മൂസ അശ്അരി മഹാനവറുകൾ പറയാ, എന്റെ കൈയൊക്കെ തളർന്നു പോയി, നാവ് പൊങ്ങുന്നില്ല, മരിച്ചു പോവാ. പെട്ടെന്ന് എനിക്ക് ബോധം തെളിഞ്ഞു. ആ സമയം എന്റെ പെങ്ങളിരുന്ന് കരയാ. എന്തൊരു കരച്ചിലാ എന്റെ പെങ്ങള് കരയണത്. വേണ്ട, പെങ്ങള് വല്ലാത്ത കരച്ചിലാണ്. പെങ്ങളുടെ മടിയിലാ തല വെച്ച് കിടക്കുന്നത്. മഹാനായ അബൂ മൂസ അശ്അരി എന്ന സ്വഹാബി ബോധം വന്ന് ശരീരത്തിലേക്ക് ഊർജം തിരിച്ചു വന്നപ്പോൾ മഹാനവറുകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അന ബരീഉം മിമ്മൻ ബരിഅ മിൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ഒഴിവാണെന്ന് പറഞ്ഞ പെണ്ണുങ്ങളിൽ നിന്നും ഞാനും ഒഴിവാ. റസൂലുള്ളാഹി ഒഴിവാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം റിസാലത്തിന്റെ ഒഴിവാകലാം. അതായത് എത്ര വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞാലും ഇസ്ലാമികമായ ഒരു അവകാശം ആ ആൾക്ക് കൊടുക്കൂല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു ഒഴിവായ ആളിൽ നിന്നും ഞാൻ ഒഴിവാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എത്ര വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞാലും അവന്റെ ഇസ്ലാം അല്ലാഹ് അംഗീകരിക്കില്ല. അത്തരം ഇസ്ലാമിൽ നിന്നും ഞാൻ ഒഴിവാണെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി ഒഴിവാക്കി വിട്ട എത്ര കഴിഞ്ഞു വന്നാലും ഇങ്ങോട്ട് വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടിരിക്കുന്ന ആ വിഭാഗത്തിൽ നിന്നും റസൂലുള്ളാഹി ഒഴിവായ ആ വിഭാഗത്തിൽ നിന്ന് ഞാൻ ഒഴിവാ. അതാരാ വിഭാഗം? കേട്ടോളൂ, ആ വിഭാഗമാരാ? ഹബീബ് പറയുന്നത് ഞാൻ കേട്ടു. 3 വിഭാഗം ആളുകള് എത്ര കലിമ ചൊല്ലിയാലും അവന്റെ ഇസ്ലാം സ്വീകരിക്കപ്പെടൂല. ഹബീബ് ഒഴിവായ 3 വിഭാഗം. അതിൽ ഒന്നാമത്തെ വിഭാഗം കേട്ടോ, ഇത് കഥ പറയല്ല, സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വപ്രമാണങ്ങളാ ബുഖാരി മുസ്ലിം. ഒന്നാമത്തെ വിഭാഗം കേട്ടോളൂ, ഹബീബ് പഠിപ്പിച്ചു, അനബിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബരിഅ മിനസ്സാലിഖാ. മരണം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ക്ഷമയില്ല, അലമുറയിട്ട് പൊട്ടിക്കരഞ്ഞു കൂക്കും വിളിയായിട്ട് കരയുന്നവരുണ്ടല്ലോ, അവരിൽ നിന്നാ റസൂലുള്ളാഹി ആദ്യം ഒഴിവായത്. അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് വരെ അതിന് അർത്ഥമാക്കപ്പെട്ട മുഹദ്ദിഥീങ്ങളുടെ വ്യാഖ്യാനങ്ങളുണ്ട്. രണ്ടാമത്തെ വിഭാഗം വൽ ഹാലിഖാ. മരണം ഉണ്ടായതിന്റെ പേരിൽ ദുഃഖ ആചരണത്തിന്റെ ഭാഗമായി തലമുടി മൊട്ടയടിച്ച് നടക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അപ്പൊ ഈ 3 വിഭാഗവും സ്ത്രീകളാ. അങ്ങനത്തെ സ്വഭാവം പിന്നെ നമുക്കില്ല. അത് തമിഴ്നാട്ടിലുണ്ട്, ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ചില ഗ്രാമങ്ങളിലൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട്. അത് ഇസ്ലാമിക സംസ്കാരമല്ല, മറ്റൊരു സമുദായം അങ്ങനെ ചെയ്യുന്നുണ്ട്. മൂന്നാമത് ഹബീബ് ഒഴിവാണെന്ന് പറഞ്ഞ പെണ്ണ് മരണത്തിന്റെ ദുഃഖം പ്രകടിപ്പിക്കാൻ ഔറത്ത് വെളിവാക്കി വസ്ത്രം വലിച്ചു കീറുന്ന ജാഹിലിയത്തിന്റെ സംസ്കാരമുള്ള പെണ്ണ്. ആ സംസ്കാരം ഏതെങ്കിലും മതങ്ങളിൽ നിന്നോ വിഭാഗങ്ങളിൽ നിന്നോ ഗോത്രങ്ങളിൽ നിന്നോ ഇസ്ലാമിന്റെ പേരിലേക്ക് കൊണ്ടുവന്നാൽ അവരുടെ ഷഹാദത്ത് ഞാൻ സ്വീകരിക്കില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3 2 ഉണ്ടാവില്ലായിരിക്കും ഒരു പക്ഷെ ആദ്യം പറഞ്ഞ അലമുറയിട്ട് കരയുക എന്ന് പറയുന്ന സ്വഭാവം ഒരു പക്ഷെ ഉണ്ടാവാം. ഇനി കേട്ടോളൂ, ഇത് എവിടെ നിന്ന് വന്നതാ? എത്ര തൂത്ത് കളഞ്ഞാലും എത്ര തേച്ച് മാച്ച് കളഞ്ഞാലും 4 കാര്യങ്ങൾ എന്റെ സമുദായത്തിൽ ജാഹിലിയത്തിന്റെ തുടർച്ചയായി ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എത്ര തൂത്ത് കളഞ്ഞാലും എത്ര തേച്ച് മാച്ച് കളഞ്ഞാലും ജാഹിലിയത്തിന്റെ അറബികളിൽ ഉണ്ടായിരുന്ന 4 കാര്യം എന്റെ സമുദായത്തിൽ ഉണ്ടായേ പറ്റൂ, ഉണ്ടായിക്കൊണ്ടേയിരിക്കും 4 കാര്യം. അല്ലാഹു കാക്കണേ തമ്പുരാനെ. ആ 4 നമുക്ക് ഒരു പക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേട്ടോട്ടോ, സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാ യത്റകൂനഹുന്ന, എന്റെ സമൂഹം ആ 4 കാര്യം ഒഴിവാക്കൂല. ഒന്നാമത്തേത് കേട്ടോ, അൽ ഫഖൂറു ഫിൽ അഹ്സാബ്, കുടുംബ മഹിമ പറഞ്ഞ് പൊങ്ങച്ചം കാണിക്കാ. ഇതെന്റെ സമുദായത്തിലുണ്ട്. അളിയനും കഴിഞ്ഞ ആഴ്ച വലിയ വഴക്കിട്ടിട്ടാ വന്നത്. എന്നാലും അതിലൂടെ ഒരു ഫോർച്യൂണർ പുതിയ നമ്പറൊക്കെ വെച്ച് ഇങ്ങനെ പോയപ്പോ ആരാണ്ട് ചോദിച്ചു, ആരുടെയാ ഫോർച്യൂണർ പോയത്? എൻ്റെ അളിയനെ നിനക്കറിയാം. ഏതാ ഈ അളിയനും അങ്ങോട്ട് മിണ്ടൂല. എന്നാലും ഭാര്യ വീട്ടുകാരുടെ മഹത്വം പറഞ്ഞ പൊങ്ങച്ചം കാണിക്കുന്നത് അറബികളുടെ സ്വഭാവമായിരുന്നു. അവരിങ്ങനെ കൂടിയിട്ട് ഭാര്യ വീട്ടുകാരുടെ വിശേഷം പറഞ്ഞുകൊണ്ട് പൊങ്ങും. എന്നിട്ട് കഅബയുടെ സമീപത്തിരിക്കുമ്പോഴാണ്
വിശദീകരിക്കുന്നില്ല. ഈ അധ്യായം അവതരിക്കുന്നത് ആ പശ്ചാത്തലത്തിലാണ്. അവരെങ്ങനെ പറയും, ഇന്ന അബാഹ വ അബാ അബാഹ ഖദ് ബലഗ ഫിൽ മജ്ദി ഗായതഹ. അറബികൾ ഇങ്ങനെ പാടും, എൻ്റെ പെണ്ണിൻ്റെ വാപ്പ, വാപ്പാടെ വാപ്പ, അവരുടെ വാപ്പ, അങ്ങനെ അവരുടെ മഹത്വം ഇങ്ങനെ പറയും. ഇത് ജാഹിലിയത്തിലുണ്ട്, അത് എൻ്റെ സമുദായത്തിലുണ്ടാവും. തെറ്റാണെന്നല്ല കേട്ടോ, ചിലപ്പോൾ നല്ല അളിയന്മാരൊക്കെ ഉണ്ടാവും, അവരെ പറ്റിയൊക്കെ നല്ലത് പറയാം, നല്ലത് പറഞ്ഞു കുഴപ്പമില്ല. പക്ഷെ അതൊരു സ്വഭാവമായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തൂത്ത് കളഞ്ഞാലും പോകില്ല, ഇത്തിരി ഉണ്ടാവും. എനിക്ക് പിന്നെ അളിയനില്ലാത്തതുകൊണ്ട് ഞാൻ അളിയനെ ഉദാഹരണം പറഞ്ഞത്. അള്ളാഹു എല്ലാ അളിയന്മാർക്കും നല്ലത് കൊടുക്കട്ടെ. രണ്ടു വഴിക്കൂല, ഭാര്യക്ക് ആങ്ങളെയല്ല, എനിക്ക് പെങ്ങളുമില്ല, അപ്പൊ പിന്നെ കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഉദാഹരണം പറയാം. അല്ല വെച്ചുക. രണ്ടാമത് എന്റെ സമൂഹം ഒഴിവാക്കാത്ത കാര്യം അൻസാബ്, വാപ്പാക്ക് വിളി ഉണ്ടല്ലോ, ഈ സമുദായത്തിലുണ്ട്. വാപ്പാക്ക് വിളി എന്റെ സമൂഹം ഒഴിവാക്കൂല. ജോത്സ്യന്മാരുടെ സമീപത്തേക്ക് പോവൽ കുഫറാണ്. ജാഹിലിയത്തിലുണ്ടായതാ, എന്റെ സമൂഹത്തിൽ അതുണ്ടാകും. മൂന്നാമത്തേതാ. നാലാമത്തേത് അന്നിയാഹ, മരിച്ചോടത്ത് അലമുറയിട്ട് കരയുന്ന പെണ്ണുങ്ങളുടെ സ്വഭാവം ജാഹിലിയത്തിലുള്ളതാ. അത് എന്റെ സമൂഹം ഒഴിവാക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹി. ഇനി കേട്ടോളൂ, മരിച്ച വീട്ടിൽ അലമുറയിട്ട് കരയുന്ന പെണ്ണ്, വാപ്പ മരിച്ചപ്പോ, മൂത്താപ്പ മരിച്ചപ്പോ ഞാൻ അങ്ങനെ കരഞ്ഞതല്ലേ, ഞാനതിന് തൗബ ചെയ്തിട്ടില്ലല്ലോ, അത് വലിയ തെറ്റാണല്ലോ. അവള് മരിക്കുന്നതിന് മുന്നേ അന്ന് മരിച്ചോടുത്ത് കരഞ്ഞതിന് അവൾ തൗബ ചെയ്തില്ലെങ്കിൽ, അവൾ എത്ര വലിയ നിസ്കാരക്കാരിയാണെങ്കിലും അവളുടെ ശരീരത്തിൽ ഉരുകി ഒലിക്കുന്ന ടാറിനാലുള്ള നരകത്തിന്റെ ഒരു വലിയ പർദ പോലെ, ഒരു വലിയ പൈജാമ പോലെയുള്ള കുപ്പായം അവളിൽ അള്ളാഹു തീയിന്റെ കുപ്പായം ഇടിക്കും. എന്നിട്ടാണ് അവൾ നരകത്തിലേക്ക് വിടാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീഹ് മുസ്ലിം ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മരിച്ചോടത്തെ കരച്ചില് നമ്മുടെ ഭാഗത്ത് നിന്നും ഒരു അലമുറയിടുന്ന ഒച്ച ശബ്ദം ഉയരുന്ന ഭാവത്തിലാവാൻ പാടില്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം? ജീവിച്ചിരിക്കുമ്പോൾ പഠിപ്പിച്ചു വെക്കണം. എങ്ങനെ? അവിടെ മരിച്ചോടത്ത് പെണ്ണുങ്ങളൊക്കെ കരയുന്നുണ്ട്, എന്തൊരു ശബ്ദം, അങ്ങനെയൊന്നും പാടില്ല. അല്ലാതെ ഞാൻ മരിച്ച ഉറക്ക കരയരുന്ന് പറയരുത്, അത് മറന്നു. ഇതിങ്ങനെ 10 വീടുകൾ നമ്മൾ സന്ദർശനം കഴിഞ്ഞ് വരുമ്പോ പറയണം, അവിടെ കണ്ടോ നല്ല അച്ചടക്കം, ആരും അങ്ങനെ വലിയ ശബ്ദോട്ടൊന്നും കരഞ്ഞിട്ടില്ല. വിതുമ്പും, കണ്ണൊലിക്കും, ചുണ്ടു വിതുമ്പും, അതൊക്കെ സ്വാഭാവിക. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ കരഞ്ഞിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ. ഇനി കേട്ടോളൂ, മഹാനായ ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, വലിയ മഹാൻ. ആരാ ജഅഫർ? മുഅ്തത്തിന്റെ രണഭൂമിയിലേക്ക് ഹബീബായ നബി തങ്ങൾ പറഞ്ഞയച്ച സ്വഹാബികളുടെ കൂട്ടത്തിൽ ഷഹീദായ മഹാൻ ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ ജ്യേഷ്ഠൻ. ജഅഫർ റസൂലുള്ളാഹിയുടെ ചോരയാ. ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടിയിട്ട് 2 പ്രാവശ്യം ആഫ്രിക്കയിലെ അബസീനിയയിലേക്ക് 1-മതും പരിശുദ്ധ മദീനയിലേക്ക് 2-മതും 2 വട്ടം ഹിജ്റ പോയ സ്വഹാബിയ ജഅഫർ ഇബ്നു അബി ത്വാലിബ്. നേഗസ് രാജാവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ആഫ്രിക്കയിലെ അബസീനിയയിലെ കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ മുത്തുനബിയെ കുറിച്ച് വാണോളം പ്രകീർത്തിച്ച മഹാനാ ജഅഫർ ഇബ്നു അബി ത്വാലിബ്. ഒരുപാട് പ്രായമൊന്നും ജീവിച്ചിരുന്നില്ല. മഹാനായ ജഅഫർ ചെറുപ്പക്കാരനായിരുന്നു. മുഅ്തത്തിന്റെ രണഭൂമിയിൽ ജഅഫർ വഫാത്തായി. 90 വെട്ടേറ്റ് മരിച്ചു ജഅഫർ. കേട്ടോളൂ, അസാബത്തുഹു ദർബത്തുൻ, 88-ാമത്തെ വെട്ട് വരുമ്പോൾ ജഅഫർ ഇബ്നു അബി ത്വാലിബിന്റെ ഖുതിഅത്ത് യമീനുഹു, വലത്തെ കൈ മുറിഞ്ഞു പോയി. വലത്തെ കൈയിലാ റസൂലുള്ളാഹി കൊടുത്ത പതാക ഇരുന്നത്. ചാടി അടുത്ത കൈക്ക് പിടിച്ചു. അപ്പോഴുണ്ട് മഹാനായ ജഅഫറിന്റെ ഇടത്തെ കൈയിന്റെ ഭാഗത്തേക്ക് 89-ാമത്തെ വെട്ട് വന്നപ്പോൾ ഇടത്തെ കൈയും മറ്റുപോയി. പതാക താഴെ വീഴാൻ പാടില്ല. മഹാനവരകൾ നെഞ്ചുകൊണ്ടും അറ്റുപോയ കരങ്ങളുടെ ആ തോളുകൊണ്ടും ചേർത്ത് മണലിൽ കടന്ന് ഉരുണ്ടുരുണ്ട പതാക ഉയർത്തിപ്പിടിച്ചു, കഴുത്തുയർത്തിപ്പിടിച്ചു, കടിച്ചു പിടിച്ചു. 90-ാമത്തെ വെട്ട് നെറുകന്തലയുടെ നേരം അങ്ങോട്ട് വന്നു. തല അങ്ങോട്ട് പൊക്കി കൊടുത്തോടെ വെട്ടാൻ സൗകര്യം.
ജഅഫർ രണ്ട് പിളർപ്പായി. ജഅഫർ റളിയല്ലാഹു അൻഹു രണ്ട് പിളർപ്പായി. ഷഹീദായി. ഈ വാർത്ത കേട്ടോളൂ. വലഹു 41 സന. മരിക്കുമ്പോൾ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് 41. സങ്കടം ഉണ്ടാവോ? 41കാരന്റെ ഈ അറ്റുപോയ ശരീരങ്ങളെ പെറുക്കി കൂട്ടി മയ്യത്തിന്റെ കോലത്തില് വീട്ടുമുറ്റത്തേക്ക് വരുമ്പോൾ മക്കള് മുറ്റത്ത് കളിക്കാ. 27 വയസ്സുള്ള പെണ്ണ് വിധവയാ. ഉമൈസിന്റെ മകൾ അസ്മ റളിയല്ലാഹു അൻഹ. കരയോ? ഒരു പെണ്ണ് കരയാലോ? അവിടെ കരഞ്ഞു പോവില്ലേ? മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ 41ാമത്തെ വയസ്സിൽ ഈ വഫാത്ത് നടക്കുന്നു. ഹബീബായ നബി തങ്ങൾ ഈ ജഅഫറിനെ കുറിച്ച് പറഞ്ഞതെന്താ? ലഖദ് റഅയ്തു ജഅഫറൻ ഫിൽ ജന്നതി ലഹു ജിനാഹാനി മുളറജാനി ബിദ്ദിമാ. എന്റെ ജഅഫർ സ്വർഗ്ഗത്തിൽ പറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ സ്വഹാബി സ്വർഗ്ഗത്തിൽ പറക്കുന്ന സ്വഹാബി. 2 ചിറകുണ്ട്. 2 ചിറകിന്റെ നിറം ചുവന്ന ചോരയുടെ തുടുത്ത നിറമാ സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനത്തെ സ്വഹാബി മരിച്ച വീട്ടിലാ കരയാൻ പോകുന്നത്. അങ്ങനത്തെ സ്വഹാബി, സ്വർഗം ഉറപ്പുണ്ടെന്ന് പറഞ്ഞ സ്വഹാബി, ഇങ്ങനെ മരിച്ച സ്വഹാബി കരഞ്ഞു. മരിച്ച വീട്ടില് അവരുടെ ഭാര്യ അസ്മാ റളിയല്ലാഹു അൻഹ കരഞ്ഞു. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നു. ഈ വാർത്ത റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് വരാ. ജഅഫർ പോയി. ഹബീബായ നബി തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത് ലമ്മാ ജാഅ النبي صلى الله عليه وسلم قتل زيد بن حارثة وجعفر بن ابي طالب وعبد الله بن رواحه. 3 സഹാബി മരിച്ചു എന്നുള്ള വാർത്ത ഹബീബിന്റെ അടുത്തേക്ക് വരാ. ഐഷ ബീവിയുടെ വീടിന്റെ ഒരു വിരിപ്പ് മാറ്റിയ മദീനത്തെ പള്ളിയാ. ഐഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, മൂത്തത്തിന്റെ രണഭൂമിയിൽ നിന്നും ഈ വാർത്ത പറയാൻ വേണ്ടി ആള് വന്നപ്പോ ഈ വാർത്ത കേട്ടതോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങൾ ഇരുന്നു പോയി. ദുഃഖം അങ്ങ് കേട്ടതോടുകൂടെ ഇരുന്നു പോയി. അങ്ങനത്തെ ഒരു മരണം നടന്ന വീട്ടിലെ കരച്ചില പറയാൻ പോകുന്നത്. ഹബീബായ നബി തങ്ങളുടെ മുഖത്ത് യുറഫു ഫീഹിൽ ഹുസ്ൻ. എത്ര സങ്കടം ഉണ്ടെന്ന് മുഖത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഞാനിതെങ്ങനെ കണ്ടെന്നറിയോ? വഅന അൻദുറു മിൻ സായിരിൽ ബാബി. വാതിലിന്റെ വിടവിലൂടെ പള്ളിയിലേക്ക് ഞാൻ നോക്കി. അപ്പൊ ഹബീബിന്റെ മുഖത്തെ ദുഃഖം എനിക്ക് മനസ്സിലായി. അങ്ങനത്തെ മരണം കേട്ടു ഹബീബ്. ആ ജഅഫറിന്റെ വീട്ടിലെ പെണ്ണിന് കരയാൻ പോവാ. ഫഅതാഹു റജുലുൻ. മയ്യിത്തിന്റെ ജഅഫറിന്റെ വീട്ടിലെത്തി നബിയെ. വീട്ടിൽ നിന്നും ഒരാൾ വന്നു എന്നിട്ട് പറഞ്ഞു, നബിയെ ഇന്ന നിസാ ജഅഫറിൻ, ജഅഫറിന്റെ ഭാര്യ വദക്കറ ബുകാഹുന്ന, അവള് വല്ലാത്ത കരച്ചിലാ നബിയേ. ഇങ്ങനത്തെ മരണം നടന്ന വീട്ടിലെ പെണ്ണ് കരയും, സ്വാഭാവികമാ. അവിടെയും അത് സ്വാഭാവികതയല്ല കണ്ടത്. ഹബീബിനോട് പറയാം, അവൾ ഉറക്ക കരയാ, ഒച്ചയിട്ട് കരയാ നബിയെ. കരയാം. എങ്ങനെ? ശബ്ദമില്ലാതെ ഒന്ന് വിതുമ്പി ഉള്ളിലുള്ള കരച്ചിൽ കരഞ്ഞിരിക്കണം. അല്ലാതെ രണ്ടടങ്ങായ അരിയുടെ ചോറ് ഒറ്റരിപ്പിന് തിന്ന മനുഷ്യനാണല്ലോ അത് കിടക്കണം. എന്തൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഫുട്ബോൾ അടിക്കണ ശബ്ദമായിരിക്കും നെഞ്ചിനിട്ടടിക്കണ. ചിലപ്പോൾ കണ്ണീരൊക്കെ 2 മിനിറ്റ് 3 മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരാം. എന്നാലും ഒന്നവിടെ അങ്ങനെ കാണിച്ചില്ലെങ്കിൽ ആ വഴക്കൊക്കെ മാറിയില്ല എന്നവിടെ ചിന്തിച്ചാലോ അല്ലേ? അതിലൊന്നും ഒരു കാര്യമില്ല. കരയാം, കണ്ണ് കരയാം, ഖൽബ് കരയാം, നാവ് കരയല്ലേ? നാവ് കരയാൻ പറഞ്ഞിട്ടില്ല. ഹബീബിനോട് പറഞ്ഞു, ജഅഫറിന്റെ പെണ്ണ് ഉറക്ക ശബ്ദോട്ട് കുക്കി വിളിച്ച കരയുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, ഫഅമറഹു അൻ യൻഹാഹുന്ന, കരയല്ലേ എന്ന് റസൂലുള്ളാഹി പറഞ്ഞെന്ന് പറയാ അസ്മയോട്. കരയല്ലേ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു എന്ന് പറ. അവിടെ ചെന്ന് പറഞ്ഞു. ഫദഹബ, അയാൾ പോയി അവിടെ പറഞ്ഞു, അസ്മ കരയല്ലേ. നബി പറഞ്ഞു കരയല്ലേ എന്ന്. ശബ്ദം കുറയ്ക്കാൻ, ശബ്ദം കുറച്ച് കരയ പെണ്ണേന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോഴുണ്ട് അവൾ അത് കേട്ടില്ല. അവള് പിന്നെയും ശബ്ദം കൂടി. ചില പിള്ളേർ അംഗൻവാടി പോകണ്ടാകുമ്പോ ഒരു കരച്ചിലുണ്ട് അല്ലേ? പോകണ്ടെന്ന് പറഞ്ഞാലും അപ്പോഴും പിന്നെയും കരയും. പിള്ളേര് വാശി പിടിക്കുന്നവർ ചിലർക്ക് പറയുന്നവർ കൂടുതലാണ്. ഇത് ആ ഒരു സിറ്റുവേഷൻ പോലും അല്ല. ഇത് ജഅഫർ റളിയല്ലാഹുവിന്റെ ദാരുണമായ വഫാത്ത് എല്ലാരും കരയിപ്പിച്ചതാ. റസൂലുള്ളാഹി പോലെ മരണം കെട്ടിട്ടിരുന്നതാ. രണ്ടാമത് സ്വഹാബി മടങ്ങി വന്നു. അസ്മയുടെ കരച്ചിലിന്റെ ശബ്ദം കുറഞ്ഞിട്ടില്ല നബിയെ. റസൂലുള്ളാഹി പറഞ്ഞു, എന്നാൽ ഇൻഹാഹുന്ന, കരയരുതെന്ന് ഞാൻ ശക്തമായി പറഞ്ഞു, അതങ്ങോട്ട് പറഞ്ഞേക്ക്. മൂന്നാമതും സ്വഹാബി മടങ്ങി വന്നു. അസ്മ അനുസരിച്ചില്ല നബിയേ. വല്ലാഹി ലഖദ് ഗലബനാ യാ റസൂലല്ലാഹ്, ഞങ്ങളെക്കാളും ശബ്ദത്തിലാ അസ്മ ഞങ്ങളോട് പ്രതികരിച്ചത്, പൊട്ടിത്തെറിച്ചത്.
അസ്മ റളിയല്ലാഹു അൻഹ മഹാനായ സ്വഹാബിയുടെ പൊന്നുമോള, വലിയ വിവരമുള്ള പെണ്ണാ. ഹബീബായ നബി തങ്ങൾ ഒരു പിടി മണ്ണ് വാരി അവളുടെ വായിലേക്ക് കുത്തി നിറയ്ക്കാൻ ഇനി കരയണ്ടെന്ന് പറയണ്ട, കുറച്ച് മണ്ണങ്ങട് വാരിട്ട് വായിലേക്ക് ഇട്ട് കൊടുക്ക്, എന്നാലെങ്കിലും ശബ്ദം കുറയട്ടെ. മുഹമ്മദ് റസൂൽ. മരിച്ച വീട്ടിലെ പെണ്ണുങ്ങൾ കരയാം, പക്ഷേ ആരും കേൾപ്പിക്കരുത്. ഒരു വിതുമ്പലും ഒരു ചെറിയ ശബ്ദമൊക്കെ വരും, അതാവാം, അത് എത്ര നേരം വേണമെങ്കിലും കരഞ്ഞു. പക്ഷേ വല്ലാത്ത ശബ്ദമിട്ട് കൂക്കി വിളിച്ചിട്ടുള്ള കരച്ചില് മയ്യത്തിന് കേടാണെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം അനിൽ മുഗീറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി. ഇപ്പോ നിർത്തിക്കോളാം, ഒന്ന് സ്വലാത്ത് ചൊല്ലി. ഖാല റസൂലുള്ളാഹി മന്നിഹി. ഏതെങ്കിലും ഒരു മയ്യത്തിന്റെ മേൽ ആരെങ്കിലും അട്ടഹസിച്ച് കരഞ്ഞാൽ യുഅദ്ദബു, ആ മയ്യത്തിന് ശിക്ഷയുണ്ട്. ബിമാ നീഹലൈഹി, ജീവിച്ചിരിക്കുന്നവൻ ഇങ്ങനെ അലറിക്കരഞ്ഞതിന്റെ പേരിൽ ആ മയ്യത്തിന് ശിക്ഷിക്കപ്പെടാം. അത് പറഞ്ഞാലെങ്കിലും നിർത്താൻ വേണ്ടിയിട്ട് ഹദീസ് അങ്ങനെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇവിടെയെല്ലാം നമുക്ക് വേണ്ടത് വിവേകമാണ്. എങ്ങനത്തെ വിവേകം? കരയാം, ഇത് അല്ലാഹ് തന്നൊരു മുസീബത്താ, നമുക്ക് കരയാം. കണ്ണും കൽബും കരയാം. അത് എത്രയാ നടന്നിട്ടുള്ളത്. കണ്ണും കൽബും കരയാം, കണ്ണും കൽബും കരയാം. മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി മരിക്കാണ്. സ്വഹാബിക്ക് രോഗം കൂടി, കാണാൻ വേണ്ടി പോയി. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ട്, സഅദ് ഇബ്നു അബീ വഖാസ് ഉണ്ട് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ഉണ്ട് റളിയല്ലാഹു അൻഹു. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഫലമ്മാ ദഖല അലൈഹി വജദഹു ഫീ ഗശിയ, ബോധം കെട്ടിങ്ങനെ കിടക്ക സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു, ബോധം കെട്ട് കിടക്ക. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ഫഖാല അബഖദ് ഖളാ, കഴിഞ്ഞോ? അബഖദ് ഖളാ അർത്ഥം എന്താ? കഴിഞ്ഞോ, മരിച്ചോ? കാരണം കിടപ്പ് കണ്ടിട്ട്. സഅദ് ഇബ്നു ഉബാദ വലിയ മഹാനായ സ്വഹാബിയ, ഹബീബിന്റെ ഇഷ്ടക്കാരനാ. ചോദിച്ചു, സഅദ് ഇബ്നു ഉബാദ മരിച്ചോ? കിടപ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നിയത്. ഹബീബിനോട് പറഞ്ഞു, ഇല്ല നബിയേ. ഫബകാ റസൂലുള്ളാഹി, കിടപ്പ് കണ്ട് സഹിക്കൂല റസൂലുള്ളാഹി കരഞ്ഞു. എങ്ങനെ അറിഞ്ഞ്? എങ്ങനെയാ കരഞ്ഞത്? ആ കരച്ചിൽ കേട്ടോ സ്വഹാബികൾ കണ്ടു, അവരും കരഞ്ഞു. ഫബക്കൗ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് അവരോട് പറഞ്ഞു, അലാ തസ്മഊന ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ബിദ്ദമുഇൽ ഐനി വലാ ബിഹുസ്നിൽ ഖൽബി. സങ്കടം മനസ്സിൽ തിങ്ങി നിന്നപ്പോ കണ്ണ് ഒലിച്ചിറങ്ങിയതിൽ അല്ലാഹ് ശിക്ഷിക്കൂല സ്വഹാബ. വലാകിൻ യുഅദ്ദിബു, പക്ഷെ അല്ലാഹ് ശിക്ഷിക്കുന്ന കരച്ചിൽ ബിഹാദ, വലത്തെ കയ്യിന്റെ ചൂണ്ടുവിരൽ കൊണ്ട് അശാറ ഇലാ ലിസാനിഹി, നാവ് നീട്ടി നാവിലേക്ക് ചൂണ്ടിട്ട് പറഞ്ഞു. ഈ നാവ് കൊണ്ട് ശബ്ദം ഉണ്ടാക്കി അട്ടഹസിച്ച് കരയുന്ന കരച്ചിലിന് കരയുന്നവനും ശിക്ഷയുണ്ട്, മയ്യത്തിനും ശിക്ഷയുണ്ടെന്ന് പുണ്യനബി സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം ഹദീസുകൾ ഇത് സംബന്ധമായിട്ട് ഒരു 5, 6, 7 ഹദീസ് വരെ എനിക്ക് പറയാൻ പറ്റും. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പം മരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി കരച്ചിലല്ല. ഇനി നമ്മുടെയൊക്കെ നാട്ടിൽ വളരെ വ്യാപകമായി കാണുന്ന ഒരു പരിപാടിയാണ് മയ്യത്ത് കാണാൻ പോകല്. മയ്യത്ത് കാണാൻ ഞാനിങ്ങനെ അത്ഭുതപ്പെടാറുണ്ട്. എന്നോടും ചിലർ ചോദിക്കും, ചിലപ്പോൾ എനിക്ക് കാണാൻ പറ്റാത്ത മയ്യത്തായിരിക്കും, മയ്യത്ത് കണ്ടിരുന്നോ? അപ്പം ഞാൻ ചോദിക്കും, ഈ കല്യാണ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അങ്ങനത്തെ ചോദ്യം, ഊണ് കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ ആ ഒരു പ്രതീതി, ആ മരിച്ചോടത്ത് പോയത് കാണൽ നിർബന്ധമാണ് നമ്മുടെ ഓർമ്മ, അല്ലേ? അങ്ങനെയല്ല, മയ്യത്ത് കാണൽ ശരിക്ക് ഉറക്കം തൂങ്ങുന്നവരൊക്കെ ഒന്ന് പതക്കൊന്ന് എണിച്ചെന്നേ. ഇത് കേൾക്കേണ്ട മസല. ഒന്ന് എണീറ്റെന്ന്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, ഒന്ന് എണീറ്റിട്ടിരിക്കെ, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്. 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. മയ്യത്ത് കാണൽ സുന്നത്തില്ല. മയ്യത്ത് കാണല്, ആണിന്റെ മയ്യത്ത് ആണ് കാണലോ, പെണ്ണിന്റെ മയ്യത്ത് പെണ്ണ് കാണലോ, ഏത് മയ്യത്താണെങ്കിലും അത് വാപ്പയാവട്ടെ ഉമ്മയാവട്ടെ
മയ്യിത്താണോ മയ്യിത്തിനെ കാണൽ സുന്നത്തില്ല. 5-6 കൊല്ലമായിട്ട് ഞാൻ ഇതിവിടെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, മയ്യിത്ത് കാണല് സുന്നത്തില്ല. ബട്ട് കാണാം, കാണാം, വേണമെങ്കിൽ കാണാം. ഇനി കണ്ടില്ലാന്നോർത്ത് കുഴപ്പമുണ്ടോ? മയ്യിത്ത് കാണൽ സുന്നത്തില്ല, പക്ഷെ വേണമെങ്കിൽ കാണാം. അതിനർത്ഥം ജായിസാണ്. ഒരു ജായിസിൽ വേണമെങ്കിൽ കാണാം. ഈ ചായ ഇവിടെ വെച്ചു, ഇത് സലാംക്ക എനിക്കാണെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നതെങ്കിൽ എനിക്ക് വേണമെങ്കിൽ കുടിക്കാം, കുടിക്കാതിരിക്കാം. നിർബന്ധമുണ്ടോ? ഇല്ല. വേണമെങ്കിൽ കുടിക്കാം, കുടിക്കാതിരിക്കാം. കൊച്ചുകാക്ക ആ കസേരയിലിരിക്കാം, ഇപ്പുറത്തെ കസേരയിലിരിക്കാം, വേണം എവിടെയും കയറിയിരിക്കാം, വേണമെങ്കിൽ ഇരിക്കാം, ഇരിക്കാതിരിക്കാം. ആരും ചോദിക്കൂല, ഒരു നിർബന്ധമില്ല. എന്താ അവിടെ ഇരിക്കാതിരുന്നതെന്ന് അള്ളാഹ് ചോദിക്കൂല. അത് നന്മയും തിന്മയും രേഖപ്പെടുത്തുന്നിടത്ത് അത് ആ ഇരിക്കാത്തതിന്റെ പേരിൽ രേഖപ്പെടുത്തുമല്ല. ജായിസ് വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെയുള്ള ജായിസായ കാര്യം ചെയ്യുന്നോടത്ത് ഹറാം വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ജായിസ് ഹറാം, ആ ജായിസ് ഹറാം. ഒന്നുകൂടി പറയാം, മയ്യിത്ത് കാണൽ ജായിസ് മാത്രമാ. ചുംബിക്കലും അങ്ങനെ. മയ്യിത്തിനെ വേണമെങ്കിൽ കാണാം. സ്വന്തം കുടുംബാംഗങ്ങളാവുമ്പോൾ ഒരു പക്ഷേ ചുംബിച്ചു പോവും. അല്ലാഹുവേ, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നീ പൊറുക്കണേ അല്ലാ. അപ്പൊ ഇനി കാണാനുണ്ടോന്ന് ആരും വിളിച്ചു ചോദിക്കാൻ നിൽക്കണ്ട. പോയാ കാണാനുണ്ടോന്ന് ഇനി ആരും വിളിച്ചു ചോദിക്കണ്ട, കാണാനുണ്ടോന്ന് ആരും വിളിച്ചു ചോദിക്കണ്ട. ഇനി കേട്ടോളൂ, കുളിപ്പിക്കുന്ന അവസരത്തിൽ പോലും ആവശ്യമില്ലാതെ നോക്കല്, മയ്യത്തിലേക്ക് നോക്കല് കറാഹത്താം. മനസ്സിലായില്ല? കുളിപ്പിക്കുന്ന അവസരത്തിൽ പോലും തുഹ്ഫ പറയുന്നുണ്ട്, തുഹ്ഫത്തുൽ മുഹ്താജ് പറയുന്നുണ്ട്, കുളിപ്പിക്കുന്ന അവസരത്തിൽ വെള്ളം ചേരുന്നോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രം സൂക്ഷിച്ചു നോക്കാം. അവിടെ വെള്ളം കയറുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി മാത്രം സൂക്ഷിച്ചു നോക്കാം. അതല്ലാത്ത ഒരു സൂക്ഷിച്ചു നോക്കൽ, കുളിപ്പിക്കുന്ന അവസരത്തിൽ ഔറത്തല്ലാത്ത ഭാഗം മയ്യത്തിന്റെ കയ്യിലാ നോക്കിയത്, അത് കറാഹത്താ. തുഹ്ഫ ഷർവാനി ഇത് രേഖപ്പെടുത്തുന്നു. ഒന്നുകൂടി പറയാം, കുളിപ്പിക്കുന്ന അവസരത്തിൽ പോലും ആവശ്യമില്ലാതെ നോക്കൽ കറാഹത്ത. ഏതായി ആവശ്യം? വെള്ളം ചേരുക എന്ന മയ്യത്ത് കുളിപ്പിക്കലിന്റെ നിർബന്ധമായ കാര്യം നടക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി നോക്കല ആവശ്യം. അതിനു വേണ്ടി സൂക്ഷിച്ചു നോക്കാം എന്നല്ലാതെ കുളിപ്പിക്കുന്ന ആള് പോലും കുളിപ്പിക്കുന്ന അവസരത്തിൽ മയ്യത്തിലേക്ക് വല്ലാതെ നോക്കല് കറാഹത്ത. ആ നോട്ടം ആണിന്റെ ഔറത്ത് മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയില തുടയിലേക്കാണ് ആ നോട്ടം പോകുന്നതെങ്കിൽ ഹറാം. ആര്? കുളിപ്പിക്കുന്നവൻ. കുളിപ്പിക്കലാരാ? മക്കളായിരിക്കാം. ആരുടേത്? വാപ്പയുടെ മയ്യത്ത്. അപ്പൊ മയ്യത്തിന്റെ ശരീരത്തിലേക്ക് ഞാൻ എന്റെ മുഖത്തിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഇത് പുതിയതൊന്നുമല്ല, ഞാൻ പുതിയത് പറയുന്ന ആളല്ല. ഇബ്നു ഹജർ തങ്ങൾ ഇത് എഴുതി വെച്ചിട്ട് എനിക്ക് തോന്നുന്നു തുഹ്ഫത്തുൽ മുഹ്താജില് ഏകദേശം ഒരു 650 കൊല്ലെങ്കിലും പഴക്കമുണ്ട്, 600 കൊല്ലെങ്കിലും പഴക്കമുണ്ട് തുഹ്ഫത്തുൽ മുഹ്താജ്. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ കേസ് കൊടുത്താൽ തന്നെ സുപ്രീം കോടതിയും വിധിക്കുന്നത് ഈ തുഹ്ഫ നോക്കിയിട്ടാ. മുഹമ്മദൻ ലോ നോക്കി പറയണമെങ്കിൽ ഷാഫിഈ മദ്ഹബിൽ തുഹ്ഫ സുപ്രീം കോടതി ആദ്യം നോക്കാം. നമ്മുടെ ഒരു തൊലാഖിന്റെ മസല എന്നാലും ഈ തുഹ്ഫ നോക്കാം. ഒന്നുകൂടി പറയാം, മയ്യത്ത് കാണല് സുന്നത്തില്ല. മയ്യത്ത് കാണാം, കാണാതിരിക്കാം. പക്ഷേ കുളിപ്പിക്കുന്ന അവസരത്തിൽ പോലും ആവശ്യമില്ലാതെ മയ്യത്തിലേക്ക് സൂക്ഷിച്ചു നോക്കല് കറാഹത്ത്. ആവശ്യമില്ലാതെ എന്താ ഈ ആവശ്യം കൊണ്ട് ഉദ്ദേശിച്ചത്? കുളിപ്പിക്കുന്ന സമയത്ത് വെള്ളം ചേരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കലായി ആവശ്യം. അതല്ലാത്ത നോട്ടം, മയ്യത്തിന്റെ ഗ്ലാമർ നോക്കാം, ഒന്നും പാടില്ല. നോട്ടം പോയത് ഔറത്തിലേക്കാണെങ്കിൽ ഹറാം. ബന്ധുവായ മയ്യത്താണ് എങ്കിൽ ചുംബിക്കലും ഇതുപോലെ തന്നെ. ഇനി കേട്ടോളൂ, ഇബാദത്തിൽ പോലും തിരക്ക് കൂട്ടാൻ പാടില്ല. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നോക്കലും കാണലും കൂലിയുള്ള കാര്യമാണ് ഇബാദത്ത്. ഉദാഹരണം ഹജറുൽ അസ്വദ്. നോക്കാ, കാണാ, തൊട്ടുമുത്ത, ഇതൊക്കെ സുന്നത്താ. കാണൽ സുന്നത്തുള്ള കാര്യമാണ്. എന്ത്? ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദ് കാണൽ കൂലിയുള്ളതാ, നോക്കൽ സുന്നത്താ, കൂലിയ.
തൊട്ടുമുത്തൽ കൂലിയ. ആ ഹജറുൽ അസ്വദ് തൊട്ടുമുത്തലും നോക്കലും കൂലിയുള്ളതാ. ആ കൂലിയുള്ളതിന്റെ അവിടെ പോയി പോലും തിരക്ക് കൂട്ടല് പാടില്ല. അത് ഹറാമാണെന്ന് വരെ പറഞ്ഞവരുണ്ട്. നോക്കലും കാണലും കൂലിയുള്ളതായതിന്റെ പേരിൽ അവിടെ പോയി തിക്കുകൂട്ടല് ഹറാമാണെന്ന് പറഞ്ഞവരുണ്ട്. മനസ്സിലായോ? അപ്പൊ നോക്കലും കാണലും കൂലിയില്ലാത്തോടത്ത് തിരക്ക് കൂട്ടൽ എന്താ പറയാ? പിന്നെ നോക്കലും കാണലും കൂലിയില്ല ഏത്? മയ്യത്ത്. അവിടെ പോയി തിരക്ക് കൂട്ടലിനപ്പൊ എന്താ പറയാ? നോക്കലും കാണലും കൂലിയുള്ള ഹജറുൽ അസ്വദ് കാണാൻ പോയി തിരക്ക് കൂട്ടൽ കറാഹത്തെന്നും ഹറാമെന്ന് പോലും ചില സന്ദർഭങ്ങളിൽ പറയേണ്ടി വരും. അങ്ങനെ ഉള്ളോടത്ത് സുന്നത്തില്ല, ഇബാദത്തുമല്ല അങ്ങനെയുള്ള മയ്യത്ത് കാണലിൽ തിരക്കുകൂട്ടൽ എത്രയോ വലിയ അപരാധം സംഭവിക്കാൻ സാധ്യതയുള്ളതാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉംറ ചെയ്യാൻ പോകുമ്പോ ഹബീബായ നബിയുടെ അടുക്കൽ വന്നു. അള്ളാന്റെ റസൂലിനോട് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞു. റസൂൽ തിരിച്ചും അങ്ങോട്ട് പറഞ്ഞു, ഉമറേ നീയും ദുആ ചെയ്യണേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോയപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉമറേ ഒറ്റ കാര്യം, നീ കയ്യൂക്കുള്ളവനാ, നീ ചൊല്ലുന്നു എന്ന് കണ്ടാൽ ആളുകൾ വഴിമാറാം. പക്ഷേ ഹജറുൽ അസ്വദിന്റെ സമീപത്തേക്ക് ചൊല്ലുമ്പോ അവിടെ ജനങ്ങൾ തിരക്കുണ്ട് എങ്കിൽ കയ്യൂക്കുള്ള ഉമറേ നീ അവിടെ ചെന്ന് തിരക്ക് കൂട്ടാൻ നിൽക്കരുത്. സയ്യിദുനാ റസൂലുള്ളാഹി. ഇതിങ്ങനെ മയ്യത്തെ കുളിപ്പിക്കലും കഴിഞ്ഞ് ആ യാസീൻ ഓതാൻ വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് ഉസ്താദും മുക്കനും കൂടി വന്നിട്ട് ആ ഫാത്തിഹ വിളിക്കാൻ നേരത്ത് ആളുകളുടെ ഓട്ടം കണ്ടു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു ഓട്ടം പിന്നെ കാണുന്നത് 10 മണിക്ക് മദ്രസ വിടുമ്പോൾ ആ 3 സ്വലാത്തിൽ കഴിയുമ്പോൾ ഈ ഇങ്ങറ്റത്ത് ആ വാതൊക്കെ പിള്ളേർ ഒരു ഓട്ടം ഉണ്ടല്ലോ. മദ്രസ വിടുമ്പോൾ കുട്ടികൾ ഓടുന്ന ഓട്ടം കണ്ടിട്ടുണ്ടോ? ആ മാതിരിയാണ് എന്തൊരു ആഗ്രഹം മയ്യത്ത് കാണാൻ വേണ്ടി. ഇവിടെ പരസ്പരം ജീവിതത്തിൽ കാണലും സംസാരിക്കലും അനുവദനീയമായ മയ്യത്തുകൾ കാണാൻ പോകുന്ന കാര്യം ഇപ്പൊ പറഞ്ഞത്. ജീവിച്ചിരിക്കുമ്പോ കാണലും സ്പർശിക്കലും സംസാരിക്കലും പാടില്ലാത്ത ഹറാമായ കാഴ്ച മരിച്ച വീട്ടിൽ നടക്കുന്നു എങ്കിൽ മരിച്ച വീട്ടുകാരൻ അതിന് സമാധാനം പറയേണ്ടി വരും. മരിച്ച വീട്ടിലെ ആളുകൾ, ഒരു ഉമ്മ മരിച്ചോടത്ത് എന്റെ ഉമ്മയെ കാണൽ അനുവദനീയമല്ലാത്ത ആണുങ്ങൾ ആരും കാണല്ലേ എന്ന് മകൻ എഴുതി വെച്ചാൽ അതിൽ തെറ്റ് പറയാനില്ല. അത് മകന്റെ കടമയാ. അവന്റെ വീട്ടിൽ പോയിട്ട് അങ്ങനെ എഴുതി വെച്ചു. ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളിപ്പോ കാണുകയും മിണ്ടുകയും ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ യഥാർത്ഥത്തിൽ പാടില്ലാത്ത ആളുകളായിരിക്കും. പിന്നെ മരിച്ച പിന്നെ അതൊക്കെ ഈ മരിച്ചോടത്തൊക്കെ ചെയ്യണോ? എത്രയും പെട്ടെന്ന് മറവ് ചെയ്യണം. അത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. മയ്യത്ത് വാങ്ക് വിളിച്ച വേഗം നിസ്കരിക്കണം എന്ന് പറഞ്ഞ അതേ പ്രാധാന്യത്തിൽ തന്നെ ആ മരിച്ച വേഗം മറവിയണമെന്നാ. വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. കാരണം മരിച്ചത് നല്ല മനുഷ്യനാണ് എങ്കിൽ സ്വർഗം അനുഭവിക്കാൻ അവൻ അർഹതപ്പെട്ടവനാണെങ്കിൽ എന്നെ മുന്തിക്കണേന്ന് അവൻ പറയുന്നുണ്ട്. നമ്മളത് പിന്തിപ്പിച്ച് നമ്മൾ എന്തിനാ ആ ഒരു തെറ്റും കൂടി ഏറ്റെടുക്കുന്നത്? സൂക്ഷിക്കേണ്ട രംഗമാ. മയ്യത്ത് പരിപാലനം പഠിച്ചിരിക്കണം. ഒരു നാട്ടിൽ അത് ഒരാൾ ചെയ്തില്ലെങ്കിൽ, ഒരാൾ ചെയ്താൽ ആ നാട്ടിൽ എല്ലാവരും കുറ്റത്തിൽ നിന്നും ഒഴിവാകും. ഒരാളും അതറിയാത്തവരുണ്ടെങ്കിൽ ആ നാട്ടിൽ എല്ലാവരും കുറ്റക്കാരാണ്. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. 2 കാരണവന്മാരവിടെ ആദരിച്ചല്ലോ. യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന്റെ മുന്നിൽ 6 പതിറ്റാണ്ട് കാലത്തോളം ഈ സമൂഹം ഒരു തെറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റാത്ത വിധം ഈ സമൂഹത്തിന് വേണ്ടി അവർ നിലകൊണ്ട ഒരു സമൂഹ തുല്യമായ സേവനം ചെയ്തവർ അവർ 2 അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. അവർ ചെയ്ത സേവനം അള്ളാഹു കബൂലാക്കട്ടെ. ആ മയ്യത്തുകളുടെ റബ്ബിന്റെ മുന്നിൽ വന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി മയ്യത്തുകൾ അള്ളാഹുവോട് ഇവരുടെ നന്മക്ക് വേണ്ടിയിട്ട് നാളെ ഷഫാഅത്ത് ചെയ്യാൻ, റബ്ബിനോട് അനുകൂലമായി പറയാനും റബ്ബിനോട് ഇവരോടുള്ള പൊരുത്തം അറിയിക്കാനും ഒക്കെ മയ്യത്തുകൾ തയ്യാറാവുമ്പോൾ അതിനുള്ള അർഹതയും യോഗ്യതയും എല്ലാം അള്ളാഹു ഈ പരിപാലനം നടത്തിയ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആ പ്രതിഫലം നൽകട്ടെ. ഒരിക്കൽ ഒരു മയ്യത്ത് കുളിപ്പിക്കാൻ നേരം എൻ്റെ ഒരു സുഹൃത്ത് മോർച്ചറിയിൽ നിന്ന് വിളിച്ചു ചോദിച്ചു, ഉസ്താദെ മുഖമില്ല, എവിടെയാ തയമം ചെയ്യാന്ന്? ആലോചിച്ച് നോക്കണേ. മുഖമില്ല, എവിടെയാ തയമം ചെയ്യാൻ? ടിപ്പർ ലോറിയുടെ 2ന്റെ ഇടയിൽ ഒരു ബൈക്ക് പോയത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇതിലൊക്കെ ഇടപെട്ട് ഒരാൾ ചെയ്യുന്നു എന്ന് കണ്ടാൽ ആദരവ് കൊടുക്കന്നെ വേണം. കാരണം അള്ളാഹ് ആദരിച്ച പണി ചെയ്യുന്നതല്ലേ. നിങ്ങൾക്കറിയുമോ
കാബീൽ ഹാബീലിനെ കൊന്നു. കാബീൽ ഹാബീലിനെ കൊന്നു. കൊല്ലണത് എങ്ങനെ എന്ന് ഇബ്ലീസ് പഠിപ്പിച്ചു കൊടുത്തു. കൊല്ലുന്നത് എങ്ങനെയാണെന്ന്. 2 കല്ലിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒരു പ്രാവിനെ കൊണ്ടുവന്ന് അതിന്റെ ഇടയിൽ വെച്ചിട്ട് ഞെരുക്കി. ഒരു റിവായത്തിൽ കാണാം, ഒരു കല്ലിന്റെ മുകളില് പ്രാവിന്റെ തല വെച്ചിട്ട് മറ്റേ കല്ലുകൊണ്ട് ഇടിച്ചു. ഇങ്ങനെയാ കൊല്ലണ്ടേന്ന് കാണിച്ചു കൊടുത്തു. ആര്? ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ഭൂമിയിൽ വന്ന് കാബീലിന് കാണിച്ചു ഹാബീലിനെ എങ്ങനെ കൊല്ലണമെന്ന്. സൂറത്തുൽ അഅറാഫിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. കാബീല് ഹാബീലിനെ കൊന്നു. ഹാബീൽ മയ്യിത്തായി. ആദം നബി ഹജ്ജിലാണ്. 1 കൊല്ലം കഴിഞ്ഞാണ് ആ വർഷം ഹജ്ജ് കഴിഞ്ഞ് വന്നത്. എല്ലാ കൊല്ലവും പോയാൽ ഉടനെ തിരിച്ചു വരും. 90 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. 40 ഹജ്ജ് ഇന്ത്യയിൽ നിന്നാണ്. ഫത്ഹുൽ മുഈനിൽ കാണാം. 90 ഹജ്ജില് 40 ഹജ്ജും ഇന്ത്യയിൽ നിന്ന്. 40 ഹജ്ജ് 40 കൊല്ലം ചെയ്യണി പോയാൽ തിരിച്ചു വന്നല്ലോ. ഇന്ത്യയിൽ നിന്ന് 40 പ്രാവശ്യം പോണെങ്കിൽ ആ കൊല്ലത്തെ ഹജ്ജിൽ 1 കൊല്ലം കഴിഞ്ഞാൽ വന്നത്. അപ്പോഴുണ്ട് ഹറമിന്റെ പരിസരത്തുള്ള ചില ചെടികളിലൊക്കെ മുള്ളു മുളയ്ക്കാൻ തുടങ്ങി. ചില മധുരമുള്ള പഴം പറിച്ചു കഴിച്ചപ്പോൾ അതിനൊക്കെ കയ്പനുഭവപ്പെടാൻ തുടങ്ങി. കാറ്റടിക്കുമ്പോൾ കാറ്റിലൊക്കെ പൊടിപടലങ്ങൾ കാണാൻ തുടങ്ങി. ഇതൊന്നും ഭൂമിയിൽ അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പൊ ആദം നബി പറഞ്ഞു, ഭൂമിയിൽ എന്തോ ഒരു പുതിയ സംഭവമുണ്ട്. ഞാൻ ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം എന്തോ ഒന്ന് പുതിയതുണ്ടായിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ചു. ഹാബീലും കാബീലും തമ്മിലുള്ള തർക്കത്തിൽ കാബീല് മുന്നോട്ട് വെച്ച ഒരു പ്രധാന വിഷയം, കാബീല് സ്വർഗത്തിലുണ്ടായവനാ. ആദ്യത്തെ പ്രസവത്തിലുള്ള കുട്ടിയാണ് കാബീല്. അവൻ സ്വർഗത്തിലെ കുട്ടി. അവൻ വെളുത്തവനാ. അവന്റെ കൂടെ പിറന്ന ആ പെണ്ണും വെളുത്ത പെണ്ണ. 2ാം പ്രസവത്തിലുണ്ടായ ഹാബീല് ഇത്തിരി കളർ കുറവാ. ആ കൂട്ടത്തിലുണ്ടായ ഇരട്ടയാണല്ലോ പ്രസവിക്ക. ആ പെൺകുട്ടി ഇത്തിരി കളർ കുറവാ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കോണായിട്ട കല്യാണം. അതായത് ആദ്യത്തെ പ്രസവത്തിലെ പെണ്ണിനെ 2ാമത്തെ പ്രസവത്തിലാണിനും, 2ാമത്തെ പ്രസവത്തിലെ പെണ്ണിനെ ആദ്യത്തെ പ്രസവത്തിലാണിനും. അങ്ങനെയാണ് ആ കല്യാണം നടത്തിയത്. അന്ന് ആ ശറഇൽ അങ്ങനെയാണ് നടത്താൻ അനുവാദമുള്ളത്. അപ്പോഴുണ്ട് കറുത്ത പെണ്ണിനെ ആര് കെട്ടണ്ടോന്നു അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവിടെയാണ് ഈ വിഷയങ്ങൾ വന്നത്. നിലവിൽ വെളുത്ത കാബീല് ഈ കൊലപാതകം കഴിഞ്ഞതോടുകൂടെ കറുത്തുപോയി. ആ പാപത്തിന്റെ ശക്തിയാ. പക്ഷേ മഹാനായ ഹാബീലിന്റെ മയ്യിത്ത് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കാബീൽ തോളിലിട്ട് 1 കൊല്ലം നടന്നു. 1 കൊല്ലം നടന്നു. കാരണം ഈ മയ്യിത്ത് മറവ് ചെയ്യേണ്ടതാ. ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. വാപ്പ വരുമ്പോ പേടിയുണ്ട്. ആദ്യത്തെ കൊലപാതകത്തിൽ ചീറ്റി വന്ന രക്തം ഭൂമിയുടെ അടിയിലേക്ക് അണ്ടുപോയി. തെളിവില്ല. രക്തം മണ്ണ് വിഴുങ്ങി. അതിനുശേഷം അല്ലാഹു മണ്ണിനോട് പറഞ്ഞു, കാബീൽ പാഠമാവട്ടെ, ഭൂമിയുടെ മുകളിൽ വീഴുന്ന രക്തം മണ്ണ് വിഴുങ്ങൂല, ഒലിച്ചു പോവുള്ളൂ. എത്ര ഇതാണേലും മണലിൽ പോലാണേലും രക്തം അടിയിലേക്ക് ഇരിക്കൂല, അത് ഒഴുകി പോവുള്ളൂ. അന്ന് മുതൽക്ക് ആ രക്തം മണ്ണിന്റെ അടിയിലേക്ക് പോവാതെ. ചുരുക്കി പറഞ്ഞാൽ 1 കൊല്ലം മയ്യിത്ത് തോളിലിട്ട് കരഞ്ഞു നടന്നു. കറുത്തുപോയി വെളുത്ത കാബീല്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന സമയത്ത് ബാപ്പയും മകനും തമ്മിൽ തർക്കമുണ്ട്. ചുരുക്കി പറയാം, 1 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ മയ്യിത്ത് എങ്ങനെ മറവ് ചെയ്യണമെന്നത് അള്ളാഹ് പഠിപ്പിച്ചു. ഫബഅസല്ലാഹു ഗുറാബൻ, സൂറത്തുൽ അഅറാഫ് എന്നാണ് എൻ്റെ ഓർമ്മ. അള്ളാഹു കാക്കയെ പറഞ്ഞയച്ചു. ഏത് കാക്ക? പറന്നു നടക്കുന്ന 2 കാക്കകൾ വന്ന് പരസ്പരം കൊത്തുകൂടി. ഒരെണ്ണം മരിച്ചു. അപ്പൊ മറ്റേ കാക്ക അതിന്റെ ചുണ്ടുകൊണ്ട് കുഴി കുത്തി മറ്റേ മരിച്ചു വീണ കാക്കയുടെ ശരീരത്തെ എടുത്ത് കൊത്തി വലിച്ചിട്ട് ചിറകുകൊണ്ട് മണ്ണിട്ട് മൂടുന്ന കാഴ്ച കാണിച്ചു കൊടുത്തു. ആദ്യത്തേത് പഠിപ്പിക്കാൻ ഇബ്ലീസ് വന്നു. 2ാമത്തേത് പഠിപ്പിക്കാൻ ആര് വന്നില്ല? ഇബ്ലീസ് വന്നില്ല. 2ാമത്തേത് പഠിപ്പിക്കുക എന്നത് ആദരിക്കല, മനുഷ്യനെ ആദരിക്കല, മയ്യത്ത് പരിപാലനം. ആ ആദരിക്കൽ 60 കൊല്ലം നടത്തിയ ആളെ നമ്മൾ ആദരിക്കണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദരിക്കൽ അല്ലാഹ് പഠിപ്പിച്ചത്, ആദരിക്കൽ ഇബ്ലീസ് പഠിപ്പിക്കൂല. ഇബ്ലീസ് പഠിപ്പിച്ചത് അനാദരിക്കല, കൊല്ലലായിരുന്നു. ഇവിടെ ഒരു കാര്യവും കൂടി പറയാം. നഖം മുറിക്കുന്നവർ മണ്ണില് കുഴിച്ചിടണം, പരമാവധി അങ്ങനെ തന്നെ ചെയ്യണം. എന്താ കാരണം? നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മൾ മുറിച്ചു മാറ്റുന്നതിനെ ശരീരത്തിന് ആദരിക്കലിന്റെ ഭാഗമായി നമ്മളത് മണ്ണിൽ കുഴിച്ചിടണം. അങ്ങനെയാ വേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ജീവിതത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട്. മയ്യത്ത് പരിപാലനത്തിൻ്റെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു 10-14 ഐറ്റം വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. മരിച്ചോട് ഇനി ഖബറങ്ങ വന്നാൽ ഓതേണ്ടത്, ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോഴുള്ള കാര്യങ്ങൾ, കുളിപ്പിക്കാൻ ആരൊക്കെ വേണം, എത്ര പേര് വേണം, എന്ത് വെള്ളം, എങ്ങനെ, ഹബീബിനെങ്ങനെയാണ് കുളിപ്പിച്ചത്, തൽക്കീൻ എങ്ങനെ, തസ്ബീത്ത് എങ്ങനെ, തക്ഫീൻ എങ്ങനെ, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ വ്യവസ്ഥാപിതമായി അത് ഇരുന്ന് പഠിക്കുക തന്നെ വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കല്ലേ. എല്ലാവരുടെയും കണ്ണൊക്കെ ചില ഹർത്താൽ കഴിഞ്ഞിട്ട് കട തുറക്കണ മാതിരിയാണ് തുറക്കണത്. പകുതി അടഞ്ഞും പകുതി തുറന്നും അല്ലേ. എനിക്ക് ഇനി ഒരു പാരസെറ്റമോളും കൂടി കഴിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. തലവേദന എടുത്ത് തുടങ്ങി. ഇൻഷാ അല്ലാഹ് സലാത്തിൽ ഇതുവരെക്കല്ലേ. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഉണ്ടാവും ഇനി വേറെ? ഇല്ലല്ല. ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ കബൂലാക്ക് തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കുക അല്ലാഹ്. അല്ലാഹുവേ അറിഞ്ഞ് ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങളുമായി മയ്യത്ത് പരിപാലന സംഘവും ഓളിപ്പള്ളിയുടെ പരിസരത്തുള്ള സഹോദരങ്ങളും ഇവിടുത്തെ പരിപാലന കമ്മിറ്റിയുമെല്ലാം ധാരാളം പ്രവർത്തനങ്ങളായി പ്രത്യേകിച്ച് സഹോദരിമാരുടെ ഒരു നേതൃത്വവും അവരുടെ ഒരു കൂട്ടായ്മയും ഒക്കെ രൂപീകരിച്ചിട്ടുണ്ട്. റബ്ബേ എല്ലാം നീ ഖൈറിലാക്കണേ അല്ലാ. ഒരുപാട് മാതൃകായോഗ്യമായ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളുടെ ഒത്തുചേരലിൽ നിന്റെ സഹായം തരണേ തമ്പുരാനെ. ഈ പരിപാടി ഇത്ര മനോഹരമാക്കി അർഹമായ പ്രതിഫലം ഇതിന്റെ പ്രവർത്തകർക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങൾ ആദരിച്ച 2 ഉപ്പമാരുണ്ട് ഇവിടെ. അല്ലാഹുവേ അവർക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അല്ലാഹുവേ അവർ ചെയ്ത സേവനങ്ങൾ, അവർ ചെയ്തതായ എല്ലാ ഖിദ്മകൾ നീ കബൂലാക്കുക അല്ലാ. ഞങ്ങളിന്ന് മരിച്ചുപോയവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ അവസാനം നന്നായി മരിക്കാനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങൾ നാളെ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന ക്ലാസും അനുബന്ധമായി ഞങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന പല പദ്ധതികളും നീ പരിപൂർണമായി വിജയിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കുക അല്ലാ, സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക അല്ലാ. ഹജ്ജ് ഉംറ സിയാറ നീ ഭാഗ്യം നൽകണേ അല്ലാ. രോഗങ്ങളെല്ലാം റബ്ബേ ഹാജിമാരുടെ മുന്നിൽ വെല്ലുവിളിയായി നിൽക്കുന്ന പല പ്രയാസങ്ങളുണ്ട്. പലരും ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഹജ്ജിന് തടസ്സമാവല്ലേ അല്ലാ. അല്ലാഹുവേ അനുഗ്രഹീതമായി മസ്ജിദിന്റെ ചാരത്ത് വരുമ്പോൾ എപ്പോഴും ഓർക്കുന്ന ഒരുപാട് മുഖങ്ങളുണ്ട് അല്ലാ. പ്രത്യേകിച്ച് ബഹുമാന്യനായ തിരുവീടുകയിൽ സെയ്ദ് മുഹമ്മദ് ഹാജി അടക്കമുള്ള ഒരുപാട് പേര്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ. അല്ലാഹുവേ കൊറോണ വന്നിട്ട് ഞങ്ങളോട് യാത്ര പറഞ്ഞ ഒരുപാട് നല്ല മനുഷ്യന്മാർ, മഗ്ഫിറത്ത് നൽകുക അല്ലാ, മർഹമത്ത് നൽകുക അല്ലാ. ഈ പള്ളിയുടെ മുറ്റത്തേക്ക് ഈ ഉള്ളവൻ 6 കൊല്ലം മുമ്പ് ഏതൊരു മോട്ടോർ സൈക്കിളിൻ്റെ പിന്നിലാണോ കയറി വന്നത്, അല്ലാഹുവേ ഒരുപാട് സ്വപ്നങ്ങൾ പങ്കുവച്ച വയോധ്യനായ മനുഷ്യൻ ഇന്ന് ഖബറിലാണ്. സ്വർഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ മഹലിൻ്റെ എല്ലാ പുരോഗമനപരമായ പ്രവർത്തനങ്ങൾക്കും ഈ നാട്ടിൽ നിന്നും ഒരാളെങ്കിലും എപ്പോഴും ഞങ്ങളുടെ മഹലിലുണ്ട്, നേതൃത്വത്തിലുണ്ട്. റബ്ബേ നീ ഖൈറിലാക്കണേ അല്ലാ, ഖൈറിലാക്കണേ അല്ലാ. ഒത്തൊരുമയുണ്ട് റബ്ബേ, നീ നിലനിർത്തണേ അല്ലാ. പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാ, ബറക്കത്ത് ഏറ്റിക്കൊടുക്കുക അല്ലാ. റബ്ബേ ഇവിടെ സേവനം ചെയ്യുന്ന ഉസ്താദുമാർക്ക് ആഫിയത്ത് നൽകുക അല്ലാ, ദീർഘായുസ് നൽകുക അല്ലാ. അനുഗ്രഹീതമായ സദസ്സിൻ്റെ അലങ്കാരങ്ങളായ വെളിച്ചം, ശബ്ദം എല്ലാം നൽകിയ സഹോദരന്മാരുടെ സംരംഭത്തിന് ബറക്കത്ത് നൽകുക അല്ലാ. കസേര പിടിച്ചിട്ടും വേദി ഒരുക്കിയും ഇവിടെ സഹകരിച്ച സഹായിച്ച സഹോദരങ്ങൾക്ക് ബറക്കത്ത് നൽകുക അല്ലാ. സാമ്പത്തിക രംഗത്ത് ബറക്കത്ത് നൽകണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സ്വഗാറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ മുഹമ്മദ് യാ റബ്ബി.